ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു അക്കാഡമീസ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സെഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളപ്പോൾ SSC CGL പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് അടുത്തിടെ ചോദിച്ച എക്കണോമിക്സ് ടോപ്പിക്കുമായിട്ട് ബന്ധപ്പെട്ട പ്രീവിയസ് ഇയർ ചോദ്യങ്ങളായിരുന്നു ചർച്ച ചെയ്തു വരുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഓൾറെഡി പാർട്ട് 1 വീഡിയോ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് പാർട്ട് 2 വീഡിയോ ആണ്. നമുക്ക് എന്തായാലും നോക്കാം എന്തൊക്കെയാണ് ഇനി ചർച്ച ചെയ്യാൻ വേണ്ടി ബാക്കിയുള്ള എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും എന്ന്. ആദ്യത്തെ ചോദ്യം എന്താണ്? സ്കൂൾസ് ആൻഡ് ഹോസ്റ്റൽസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻസ് സമഗ്ര ശിക്ഷ സ്കീം വിൽ ബി റീനെയിംഡ് ആഫ്റ്റർ. എന്താണ് കാര്യം? നമ്മുടെ മിനിസ്ട്രി ഓഫ് എഡ്യൂക്കേഷൻ്റെ സമഗ്ര ശിക്ഷ സ്കീമിൻ്റെ ഭാഗമായിട്ടുള്ള സ്കൂൾസ് ആയാലും ഹോസ്റ്റൽസ് ആയാലും ഒരു വളരെ പ്രധാനപ്പെട്ട വ്യക്തിയുടെ പേരിലേക്ക് റീസെൻ്റ് ആയിട്ട് റീനെയിം ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് ഏതാണ് ആ ഒരു വ്യക്തി എന്നാണ് നമുക്ക് അറിയാനുള്ളത്. അതായത് ഇത്തരത്തിലുള്ള സമഗ്ര ശിക്ഷ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട സ്കൂൾസും ഹോസ്റ്റൽസിനും ഇനി മുതൽ ഒരു വ്യക്തിയുടെ പേര് ചേർത്തിട്ടായിരിക്കും വരാൻ വേണ്ടി പോകുന്നത്. ആ ഒരു പേരുകൾ വരാൻ വേണ്ടി പോകുന്നത്. അതാരാണ് ആ വ്യക്തി? മറ്റാരുമല്ല, നമ്മുടെ സുഭാഷ് ചന്ദ്രബോസ് അഥവാ നേതാജി എന്ന് വിളിക്കപ്പെടുന്ന സുഭാഷ് ചന്ദ്രബോസ് ആണല്ലേ നേതാജി. സുഭാഷ് ചന്ദ്രബോസിന്റെ പേരിലാണ് ഇത്തരത്തിൽ റീസെൻ്റ് ആയിട്ട് മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ്റെ സമഗ്ര ശിക്ഷാ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന സ്കൂൾസിനും ഹോസ്റ്റൽസിൻ്റെയും പുനർനാമകരണം ചെയ്യപ്പെട്ടത്. സോ പുതിയ പേരെന്താണ്? നേതാജി സുഭാഷ് ചന്ദ്രബോസ് റെസിഡൻഷ്യൽ സ്കൂൾ എന്നാണ് ഈ ഒരു പേര് റീസെൻ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. ഓക്കെ, സമഗ്ര ശിക്ഷ അഭിയാൻ കാര്യങ്ങളൊക്കെ നമുക്കറിയാം അല്ലേ. സമഗ്ര ശിക്ഷ എന്ന് പറയുന്ന ആ ഒരു പ്രോഗ്രാം എന്താണ്? സ്കൂൾ എഡ്യൂക്കേഷൻ സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് പ്രീ സ്കൂൾ തൊട്ടിട്ട് ക്ലാസ് 12th വരെയുള്ള ആ ഒരു വിഭാഗത്തെ കുറിച്ചിട്ടാണ് സമഗ്ര ശിക്ഷ സ്കീം ചർച്ച ചെയ്യുന്നത്. അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് സമഗ്ര ശിക്ഷ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. ഈ ഒരു സ്കീമിന്റെ തുടക്കത്തിൽ 1063 റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് 1063 റെസിഡൻഷ്യൽ ഫെസിലിറ്റീസ് ആണ് ഇത്തരത്തിൽ പേര് മാറ്റിയിട്ടുള്ളത്. 1063 383 സ്കൂൾസും അതുപോലെ തന്നെ 680 ഹോസ്റ്റൽസുമാണ് ഇത്തരത്തിൽ പേര് മാറ്റിയിരിക്കുന്നത്. പ്രധാനമായിട്ട് ഈ റെസിഡൻഷ്യൽ സ്കൂൾ ഹോസ്റ്റൽ അതുപോലുള്ള കാര്യങ്ങൾ വരുന്നത് പൊതുവെ ജനസാന്ദ്രത കുറഞ്ഞതും അതുപോലെ തന്നെ എന്താണ് അത്രത്തോളം ആളുകളില്ലാത്ത പൊതുവെ എന്താണ് സ്കൂളുകൾ തുറക്കുന്നത് പ്രായോഗികമല്ലാത്തതും ജനസാന്ദ്രത കുറഞ്ഞതുമായുള്ള ആദിവാസി മേഖലകൾ പോലെയുള്ള പ്രദേശങ്ങളാണ് ഇത്തരത്തിൽ റെസിഡൻഷ്യൽ സ്കൂൾ വരാറുള്ളത്. അതുപോലെ മുതിർന്നവരുടെ സംരക്ഷണം ആവശ്യമുള്ള കുട്ടികൾ അവരുടെയൊക്കെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ റെസിഡൻഷ്യൽ സ്കൂൾസ് സാധാരണയായിട്ട് കൊണ്ടുവരുന്നത്. സോ ആ രീതിയിലുള്ള മിനിസ്റ്റർ ഓഫ് എഡ്യൂക്കേഷൻ സമഗ്ര ശിക്ഷാ സ്കീമിൻ്റെ ഭാഗമായിട്ട് വരുന്ന ഈ ഒരു റെസിഡൻഷ്യൽ ആ ഒരു സ്കൂൾസാണ് റീസെൻ്റ് ആയിട്ട് നേതാജി സുഭാഷ് ചന്ദ്രബോസ് റെസിഡൻഷ്യൽ സ്കൂൾസ് എന്ന രീതിയിൽ പേര് മാറ്റിയത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് നെക്സ്റ്റ് ചോദ്യത്തിലേക്കും കുറച്ച് ഫാസ്റ്റ് ആണെങ്കിലും കാര്യങ്ങൾ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീർച്ചയായിട്ടും നമ്മൾ ചർച്ച ചെയ്യും. നിങ്ങൾക്ക് ചോദ്യത്തിൻ്റെ പാറ്റേൺ ഒന്നും അറിയണം അല്ലേ. ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഉദ്ദേശം ഒന്ന്, നിങ്ങൾക്ക് എങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നതെന്ന് ഒന്നറിയണം. രണ്ടാമത്തേത് ആ ചോദ്യം എങ്ങനെ നമുക്ക് റിലേറ്റ് ചെയ്തിട്ട് മറ്റു ഫാക്ടിലേക്ക് പോവാം. ഈ രണ്ട് കാര്യങ്ങളാണ് അറിയാനുള്ളത്. രണ്ട് കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ട് നമ്മൾ പോകും. സോ രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇഫ് ദ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റവന്യൂ റെസിപ്റ്റ്സ് ഇറ്റ് ഈസ് കോൾഡ്. എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ അല്ലേ? റവന്യൂ എക്സ്പെൻഡിച്ചർ ഞാൻ RE എന്ന് ചെയ്യുന്നുണ്ട്, ഗ്രേറ്റർ ദാൻ റവന്യൂ റെസിപ്റ്റ്സ്. ഇങ്ങനെ ആയാൽ ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് വിളിക്കും എന്നാണ് ചോദ്യം. ഞാനൊരു എക്സാമ്പിളായിട്ട് നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് ആരെങ്കിലും ആയിക്കോട്ടെ, എക്സ് എന്ന് പറയുന്ന ഒരു വ്യക്തി, എക്സ് എന്ന് പറയുന്ന വ്യക്തിയുടെ സാലറി 20K ആണ്. 20K ആണ് അദ്ദേഹത്തിൻ്റെ സാലറി. അങ്ങനെ 2023 ജനുവരി മാസത്തിൽ അദ്ദേഹം എന്താണ് ആ ഒരു സാലറി കിട്ടി. 20K ആണ് അദ്ദേഹത്തിൻ്റെ സാലറി. ആ ഒരു സാലറി അദ്ദേഹത്തിൻ്റെ കയ്യിലുണ്ട്. ബട്ട് ആ ഒരു മാസത്തിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ആകെ 20,000 രൂപയുള്ളൂ. ബട്ട് അദ്ദേഹത്തിൻ്റെ ആ ഒരു മാസത്തിൽ അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ചെലവെന്ന് പറയുന്നത് 30K ആയല്ലേ, 30,000 രൂപയായല്ലേ. അദ്ദേഹത്തിന് എന്താണ് അദ്ദേഹത്തിൻ്റെ വരവ് റെസിപ്റ്റ്സ് എന്ന് നമുക്ക് പറയാം. അദ്ദേഹത്തിൻ്റെ വരവ് എന്ന് പറയുന്നത് എത്രയാണ്? 20,000 രൂപയാണ്. ബട്ട് അദ്ദേഹത്തിൻ്റെ എക്സ്പെൻഡിച്ചർ ചെലവെന്ന് പറയുന്നത് എത്രയാണ്? 30,000 രൂപയാണല്ലേ. സോ ഇവിടെ എന്താണ്? ഇവിടെ ഒരു 10,000 രൂപയുടെ ഷോർട്ട് വരുന്നുണ്ട്. അതായത് അദ്ദേഹത്തിന് എന്താണ് 10,000 രൂപ കടം വാങ്ങേണ്ടതായിട്ട് വരുമല്ല, 10,000 രൂപ കമ്മിയാണ്. എന്താണ്? 10,000 രൂപ ഇവിടെ കമ്മിയാണ്. കമ്മി എന്ന് പറയുന്നത് നമുക്ക് ഇംഗ്ലീഷിൽ ഡെഫിസിറ്റ് എന്ന് പറയാൻ വേണ്ടി സാധിക്കത്തില്ലേ? കമ്മി എന്ന് പറയുമ്പോൾ ഡെഫിസിറ്റ്, മിച്ചം എന്ന് പറഞ്ഞാൽ സർപ്ലസ് എന്ന് പറയുന്നുണ്ടെങ്കിൽ കമ്മി എന്ന് പറഞ്ഞാൽ ഡെഫിസിറ്റ് ആണ്. സോ ഇവിടെ എന്താണ് ചോദ്യം കൂടി തിരിച്ചു വന്നേ. ഇവിടെ നമ്മൾ എക്സ് എന്ന് പറയുന്ന വ്യക്തി സാലറി 20,000 രൂപയാണ്.
ജനുവരി മാസത്തിൽ അദ്ദേഹത്തിന് 30,000 രൂപയുടെ ചെലവ് വന്നു. സോ 20,000 30,000 എത്തണമെങ്കിൽ 10,000 രൂപ അദ്ദേഹത്തിന് എന്താണ് കടം വാങ്ങേണ്ടതായിട്ട് വരും. അതായത് 10,000 രൂപ അദ്ദേഹത്തിന് കമ്മിയാണ്, ഡെഫിസിറ്റ് ആണ്. സോ സെയിം കാര്യം നമ്മുടെ ഗവൺമെന്റ് കാര്യത്തിലേക്ക് വരുമ്പോൾ, ഇഫ് ദ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്ന സമയത്ത് എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയാൻ ഗവൺമെന്റ് ഇങ്ങനെ റിക്കറന്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചെലവുകൾ, അതായത് സാലറി കൊടുക്കണം അല്ലേ, മാസത്തിൽ സാലറി കൊടുക്കണം, പെൻഷൻ കൊടുക്കണം, ഇനി ഗവൺമെൻറ് അടവുകൾ, ലോൺ റീപേയ്മെൻറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ എന്താണ് ഇങ്ങനെ ഗവൺമെൻറ് ഇങ്ങനെ റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. ഓക്കെ, റിക്കറൻ്റ് സാലറി, പെൻഷൻ അതുപോലുള്ള കാര്യം റിക്കറൻ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. എന്നാൽ റവന്യൂ റെസിപ്റ്റ്സ് എന്ന് പറയുമ്പോൾ എന്നാൽ റിക്കറൻ്റ് ആയിട്ട് ഗവൺമെൻറ്റിന് ലഭിക്കുന്ന വരുമാനങ്ങൾ അതെന്തൊക്കെയാവും? അതിപ്പോൾ ടാക്സ് റവന്യൂ ആവും, അല്ലെങ്കിൽ നോൺ ടാക്സ് റവന്യൂ, അല്ലെങ്കിൽ PSUസുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ പ്രോഫിറ്റ് ആവും. ഇതുപോലുള്ള കാര്യങ്ങൾ ഗവൺമെൻറ് ഇങ്ങനെ മാസം വരും അല്ലേ. ടാക്സ്, GST പോലുള്ള കാര്യങ്ങൾ എല്ലാ മാസവും കളക്ട് ചെയ്യും, അല്ലെങ്കിൽ പീരിയോഡിക്കലി കളക്ട് ചെയ്യും. നോൺ ടാക്സ് ഫൈൻ അതുപോലുള്ള കാര്യങ്ങൾ പീരിയോഡിക്കലി വരും. PSUസിന് ലാഭങ്ങൾ പീരിയോഡിക്കലി വരും. സോ ഈ പറയുന്ന ലാഭം, ഇതുപോലുള്ള ഗവൺമെൻറ് വരവ് എന്താണ്? ഗവൺമെൻറ് വരവ് ചെലവിനേക്കാളും കുറവായാൽ, അല്ലെങ്കിൽ ഗവൺമെൻറ് ചെലവ് വരവിനേക്കാളും കൂടുന്ന സമയത്ത് അവിടെ എന്ത് വരും? ഗവൺമെൻറ് ഡെഫിസിറ്റ് വരും അല്ലേ. ഗവൺമെൻറ് എന്താണ്? ഡെഫിസിറ്റ് ആണ് അവിടെ സംഭവിക്കുന്നത്. സോ ഇത് ഏത് രീതിയിലുള്ള ഡെഫിസിറ്റ് എന്നാണ് ചോദ്യം വരുന്നത്. റവന്യൂമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണല്ലേ. സോ അതുകൊണ്ട് അതിനെ നമ്മൾ എന്ത് പേരിൽ വിളിക്കണം? റവന്യൂ ഡെഫിസിറ്റ് എന്ന പേരിൽ വിളിക്കും. മനസ്സിലായല്ലോ? റവന്യൂ ഡെഫിസിറ്റ് എന്താണെന്ന് വെച്ചാൽ റവന്യൂ എക്സ്പെൻഡിച്ചർ ഗ്രേറ്റർ ദാൻ റവന്യൂ റെസിപ്റ്റ്സ് ആകുമ്പോൾ, ഡെഫിസിറ്റും റെസിപ്റ്റ്സും മാറിപ്പോകരുത്. അതായത് റവന്യൂ ഡെഫിസിറ്റ് ഈക്വൽ ടു റവന്യൂ എക്സ്പെൻഡിച്ചർ മൈനസ് റവന്യൂ റെസിപ്റ്റ്സ് എന്ന രീതിയിൽ പറയാൻ വേണ്ടി സാധിക്കും. സോ ദ ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ എക്സീഡ്സ് റവന്യൂ റെസിപ്റ്റ്സ്, ആ ഒരു കണ്ടീഷൻ നമ്മൾ എന്ത് പേരിൽ വിളിക്കും? റവന്യൂ ഡെഫിസിറ്റ്. ഗവൺമെന്റ് വരുമാനത്തിലുണ്ടാവുന്ന കമ്മി, ഗവൺമെന്റ് വരുമാനവുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ എന്താണ്? ഗവൺമെന്റ് വരുമാനം വരുന്നുണ്ട്, ടാക്സ് അതുപോലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്, അതുപോലെ ഗവൺമെന്റ് ചെലവ് വരുന്നുണ്ട്. ഗവൺമെന്റ് എന്താ ചെലവ്? ഒന്നാമത്തെ ചെലവ് ഗവൺമെന്റിന് സാലറി കൊടുക്കണം, പെൻഷൻ നൽകണം, അതുപോലെ മറ്റാവശ്യം ഗവൺമെന്റ് മാസാമാസം പോകുന്ന ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. സോ ആ ഒരു കാര്യങ്ങൾ എന്താണ്? ഇത്തരത്തിൽ റവന്യൂ, ഗവൺമെന്റ് വരവുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യങ്ങൾ എക്സ്പെൻഡിച്ചർ എന്താണ്? മറ്റു രീതിയിൽ ഗവൺമെന്റ് ഇൻകത്തിനേക്കാളും കൂടുന്ന സമയത്ത് അതിനെ നമ്മൾ കമ്മി എന്ന് വിളിക്കും. റവന്യൂ കമ്മി എന്ന രീതിയിൽ, അല്ലെങ്കിൽ റവന്യൂ ഡെഫിസിറ്റ് എന്ന പേരിൽ ആ ഒരു കാര്യത്തെ നമ്മൾ വിളിക്കും. ഓക്കെ, ആ ഒരു കാര്യം അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? BFSI സ്റ്റാൻഡ് ഫോർ ബാങ്കിങ് Financial Service and Dash in India. It is a broad term for industries that offer financial product and service. ചോദ്യം ഇവിടെ ഫുൾ ഫോം ആണ് ചോദിച്ചത്. ഫുൾ ഫോം കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് അറിയേണ്ട. BFSI എന്ന് പറഞ്ഞിട്ട് ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് എന്ന് പറഞ്ഞ് കുറച്ച് കാര്യം നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഒരു ടേം കൂടിയാണ് നമുക്കറിയാനുള്ളത്. അത് I എന്ന് പറയുന്ന ടേം. ഇവിടെ I എന്ന് പറയുന്ന ടേമിൻ്റെ ഫുൾ ഫോം എന്തായിരുന്നു എന്നാണ് നമ്മളോട് ചോദിച്ചത്. ഇൻഫ്ലേഷൻ ആണോ, ഇൻവെസ്റ്റ്മെൻ്റ് ആണോ, ഇൻഷുറൻസ് ആണോ, ഇൻഡെക്സ് ഫണ്ട് ആണോ എന്ന രീതിയിൽ നമ്മളോട് ചോദ്യം വന്നിട്ടുണ്ടല്ലേ. സോ ആക്ച്വലി BFSI എന്ന് വെച്ചാൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ് ആണ്. എന്താണ്? ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസിനെയാണ് നമ്മൾ ഷോർട്ടായിട്ട് BFSI എന്ന രീതിയിൽ വിളിക്കുന്നത്. പ്രധാനമായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസ്, അല്ലെങ്കിൽ ഒന്നിലധികം ഫിനാൻഷ്യൽ ഓപ്പറേറ്റേഴ്സ് വരുന്ന ആ ഒരു വിഭാഗത്തെ നമ്മൾ BFSI അല്ലെങ്കിൽ ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ് എന്ന രീതിയിൽ വിളിക്കുന്നു. ഓക്കെ, എ റേഞ്ച് ഓഫ് ഫിനാൻഷ്യൽ സർവീസസ് ഓർ കമ്പനീസ് ദാറ്റ് ഓപ്പറേറ്റ്സ് ഇൻ വൺ ഓർ മോർ ഫിനാൻഷ്യൽ സെക്ടേഴ്സിനെയാണ് നമ്മൾ BFSI ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ് എന്ന പേരിൽ ഷോർട്ടാക്കിയിട്ട് വിളിക്കുന്നത്. ഇതിലെന്താണ്? യൂണിവേഴ്സൽ ബാങ്ക്സും കാര്യങ്ങളൊക്കെ വരും അല്ലെ. യൂണിവേഴ്സൽ ബാങ്ക്സും കാര്യങ്ങളൊക്കെ BFSIയുടെ ഭാഗമായിട്ട് വരും. ബാങ്കിങ് ഫിനാൻഷ്യൽ സർവീസ് ആൻഡ് ഇൻഷുറൻസ് എന്നാണ് അതിൻ്റെ ഫുൾ ഫോം. ഇവിടെ ഫുൾ ഫോം ചോദിച്ചുള്ളൂ, ഇവിടെ കൂടുതൽ കാര്യങ്ങളൊന്നും ഇവിടെ ചോദ്യമായിട്ട് വന്നില്ല. സോ ഉത്തരം എന്താണ്? ഇൻഷുറൻസ് എന്നതാണ് നമുക്കിവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? ഹരിയാന ഗവൺമെന്റ് അനൗൺസ്ഡ് ഡാഷ് ടു പ്രൊവൈഡ് സപ്പോർട്ട് ടു വുമൺ ഓൺടർപ്രണേഴ്സ് ഓൺ ഇന്റർനാഷണൽ വുമൻസ് ഡേ 2022. നേരത്തെ മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമ്മളിവിടെ പറഞ്ഞിട്ടുണ്ടല്ലേ. ഇവിടെ വന്ന ചോദ്യം അവിടെ കൃത്യമായിട്ട് സ്റ്റേറ്റ് സ്പെസിഫിക്കലി ചോദ്യം എടുത്ത് ചോദിച്ചിട്ടുണ്ട്. 2022 വുമൻസ് ഡേ എന്ന് പറയുമ്പോൾ മാർച്ച് 8 ഹരിയാന ഗവൺമെൻറ് വുമൺ ഓൺടർപ്രണേഴ്സിന്, വനിതാ സംരംഭകരെ സഹായിക്കാൻ വേണ്ടി, അവർക്ക് സപ്പോർട്ട് നൽകാൻ വേണ്ടിയിട്ട് ഒരു സ്കീം ആരംഭിച്ചിട്ടുണ്ട്. ആ സ്കീമിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം വന്നത്. ഓക്കെ, ആ സ്കീമിൻ്റെ പേരെന്തെന്നാണ് ചോദ്യം വന്നത്. ഹരിയാന ഗവൺമെൻറ് വുമൺ ഓൺടർപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന സ്കീമിൻ്റെ പേരാണ് മാതൃശക്തി ഉദ്യമിത സ്കീം. എന്താണ്?
മാതൃശക്തി ഉദ്യമിത സ്കീം എന്ന രീതിയിൽ ഹരിയാന ഗവൺമെന്റ് 2022 മാർച്ച് മാസത്തിലാണ് ഇതുപോലൊരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നത്. പ്രധാനമായിട്ട് എന്താണ്, വനിതാ സംരംഭകരെ അല്ലെങ്കിൽ വുമൺ ഓൺടർപ്രണേഴ്സിനെ സഹായിക്കാൻ വേണ്ടിയുള്ള സ്കീമാണ്. ഈ സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് ചില നിബന്ധനകളുണ്ട്. ഈ പറയുന്ന വുമൺസിന് ഗവൺമെന്റ് സഹായിക്കാൻ ഉദ്ദേശിക്കുന്ന വുമൺസിന് എന്താണ്, അവരുടെ ആനുവൽ ഇൻകം നിർബന്ധമായിട്ട് 5 ലക്ഷത്തിൽ താഴെയായിരിക്കണം. 5 ലക്ഷത്തിൽ താഴെയുള്ള വനിതാ സംരംഭകർക്ക് വേണ്ട സഹായങ്ങൾ നൽകാൻ വേണ്ടിയിട്ട് 2022 മാർച്ച് 8 ഹരിയാന ഗവൺമെന്റ് കൊണ്ടുവന്ന പദ്ധതിയാണ് മാതൃശക്തി ഉദ്യമിത സ്കീം എന്ന് നമുക്ക് തിരിച്ചും പറയാൻ വേണ്ടി സാധിക്കുമല്ലേ. സോ ആ രീതി കൂടെ ആ ഒരു കാര്യം അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. മാതൃശക്തി ഉദ്യമിത സ്കീം എന്നാണ് ആ ഒരു സ്കീമിന്റെ പേര്. നെക്സ്റ്റ് എന്താണ്, വാട്ട് ഈസ് ദ ചൈൽഡ് സെക്സ് റേഷ്യോ ഇൻ ഇന്ത്യ ഇൻ 2011 സെൻസസ്. 2011 സെൻസസിലെ ചോദ്യങ്ങൾ ഇനിയും ആവർത്തിച്ചു വരുന്ന ഓൾറെഡി ഞാൻ പറഞ്ഞു. ഇവിടെ ചോദ്യം എന്താണ്, 2011 വന്ന സെൻസസ് പ്രകാരം ഇന്ത്യയിലെ ചൈൽഡ് സെക്സ് റേഷ്യോ എത്രയെന്നാണ് ചോദ്യം വരുന്നത്. സോ സെക്സ് റേഷ്യോ സാധാരണയുള്ള ഒരു സെക്സ് റേഷ്യോയുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നമ്മൾ കാണാറുണ്ട്. അത് പരീക്ഷയ്ക്ക് ചോദ്യങ്ങളും വരാറുണ്ട്, നമ്മൾ ഉത്തരം എഴുതാറുണ്ട്. സോ ഇവിടെ ചോദിച്ചത് ചൈൽഡ് സെക്സ് റേഷ്യോ ആണ്. സെയിം കാര്യം തന്നെയാണ് സെക്സ് റേഷ്യോ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണല്ലേ. ബട്ട് ചൈൽഡ് സെക്സ് റേഷ്യോ എന്ന് പറയുന്നത്, ചൈൽഡ് എന്ന് പറയുന്ന ടേം വരുന്ന സമയത്ത് അവരുടെ ആ ഒരു പ്രായം കൂടെ അവിടെ നിന്ന് ആഡ് ചെയ്താൽ മതി. 0 to 6 years വരുന്ന ആളുകളാണല്ലോ, അല്ലെങ്കിൽ ആ ഒരു കുട്ടികളെയാണ്. നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ഇൻ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 years എന്നാക്കിയാൽ അതെന്തായി, അത് ചൈൽഡ് സെക്സ് റേഷ്യോ അല്ലേ. നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസിൻ്റെ ഏജ് ഗ്രൂപ്പ് ഓഫ് 0 to 6 എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, അത് ചൈൽഡ് സെക്സ് റേഷ്യോ. ആദ്യമായിട്ട് ചൈൽഡ് സെക്സ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്ത് തുടങ്ങി 1961 മുതലാണ്. 1961 മുതലാണ് ആദ്യമായിട്ട് ചൈൽഡ് സെക്സ് റേഷ്യോ കണക്കാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. ആ രീതിയിലൊന്ന് ഓർത്തു വെക്കണം. 2011 വന്ന ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇതുവരെ ഉള്ളതിൽ വെച്ചിട്ട് ഏറ്റവും ലോവസ്റ്റ് ആയിട്ടുള്ള ലെവലിലാണ് നമ്മുടെ ചൈൽഡ് സെക്സ് റേഷ്യോ ഉള്ളത്. നമ്മൾ ഇതുവരെ ഉത്തരത്തിലേക്ക് വന്നിട്ടില്ല അല്ലേ. 914 ഈ ഒരു ചൈൽഡ് സെക്സ് റേഷ്യോ നമുക്ക് ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 914 ഫീമെയിൽസ് പെർ 1000 മെയിലാണല്ലേ. അതായത് 914 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. 1000 പുരുഷന്മാർക്ക് 914 ഫീമെയിൽസ് എന്ന രീതിയിലാണ് ഈ ഒരു കണക്കുകൾ വരുന്നത്. നമ്പർ ഓഫ് ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് ആ ഒരു സെക്സ് റേഷ്യോ. അത് 0 to 6 ഇയേഴ്സ് ഏജ് കാറ്റഗറിയിലാണെങ്കിൽ അത് ചൈൽഡ് സെക്സ് റേഷ്യോ ആയിട്ട് മാറും. ഇനി 914 ഈ ഒരു കണക്കുകൾ ഇതുവരെ ഉള്ളതിൽ വെച്ചാൽ ഏറ്റവും ലോസ്റ്റ് ആയിട്ടാണ് വരുന്നത്. 2001 വരെ നമ്മൾ നോക്കുകയാണെങ്കിൽ അത് 927 ആയിരുന്നു. 927 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് എന്നായിരുന്നു ആ ഒരു കാര്യം വന്നത്. ഇനി ചൈൽഡ് സെക്സ് റേഷ്യോയിൽ ഹയസ്റ്റ് നിൽക്കുന്ന സ്റ്റേറ്റും ലോവസ്റ്റ് നിൽക്കുന്ന സ്റ്റേറ്റും ചോദ്യമായിട്ട് വരികയാണെങ്കിൽ ഹയസ്റ്റ് നിൽക്കുന്നത് മിസോറാമാണ്. ഓക്കെ, ഹയസ്റ്റ് നിൽക്കുന്നത് മിസോറാമാണ്. മിസോറാമിൽ ചൈൽഡ് സെക്സ് റേഷ്യോ 971 ആണ്. 971 ഫീമെയിൽസ് പെർ 1000 മെയിലാണ്. ഇനി ലോവസ്റ്റ് നിൽക്കുന്നത് ഹരിയാനയാണ്. ഹരിയാനയിൽ 830 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ്. ഇന്ത്യയുടെ കാര്യം ഓൾറെഡി പറഞ്ഞു. 914 ഫീമെയിൽസ് പെർ 1000 മെയിൽസ് ആണ് ആവറേജ് അവിടെ ഇന്ത്യയിൽ വരുന്നത്. ആ ഒരു കാര്യം അവിടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്, ഹൗ മെനി ഇൻഡസ്ട്രീസ് വെർ ലിസ്റ്റഡ് ഇൻ ഷെഡ്യൂൾ എ ഓഫ് ഇൻഡസ്ട്രിയൽ പോളിസി 1956. 1956 വന്ന ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരം ഷെഡ്യൂൾ എയിൽ എത്ര ഇൻഡസ്ട്രീസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാണ് ചോദ്യം. അതിനു മുൻപ് നമുക്ക് അറിയേണ്ട ഒരു കാര്യമാണ്, ഇത്തരത്തിൽ 1956 ഇൻഡസ്ട്രിയൽ പോളിസീസിൽ ഇത്തരത്തിൽ എത്ര ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് ആദ്യം അറിയണം അല്ലേ. 1956 ഇൻഡസ്ട്രിയൽ പോളിസി ആക്ട് പ്രകാരം നമുക്ക് എന്താണ്, അവിടെ 3 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. എന്താണ്, 3 ഷെഡ്യൂൾസ് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി. ഈ ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി എന്ന 3 കാറ്റഗറി ആക്കിയിട്ട് അതിൽ കുറച്ച് നമ്പർ ഓഫ് ഇൻഡസ്ട്രീസിന് അവിടെ ആഡ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇവിടെ ചോദ്യം വന്നത് അത്തരത്തിൽ ഷെഡ്യൂൾ എയിൽ എത്ര ഇൻഡസ്ട്രീസ് ഉണ്ടെന്നാണ് ചോദ്യം വന്നത്. ഷെഡ്യൂൾ എയിൽ എത്രയാണ്, 17 ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ എയിൽ 17 ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഷെഡ്യൂൾ ബിയിൽ 12 ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ബാക്കിയുള്ള ഇൻഡസ്ട്രീസ് എന്താണ്, ഷെഡ്യൂൾ സിയിൽ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ചിലപ്പം അടുത്ത ചോദ്യം വരുന്നത് ഷെഡ്യൂൾ ബിയിൽ എത്ര ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു എന്നതാണ്. സോ 1948 ഇൻഡസ്ട്രിയൽ പോളിസിയിൽ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിക്കൊണ്ടാണ്, അല്ലെങ്കിൽ ആ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണമെന്ന് ആവശ്യപ്പെട്ടതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇൻഡസ്ട്രിയൽ ആക്ട് 1956 വരുന്നത്. അങ്ങനെ മാറ്റങ്ങൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞ സമയത്ത് കൊണ്ടുവന്ന പ്രധാനപ്പെട്ട മാറ്റങ്ങൾ ഒന്ന് തന്നെയാണ് ഇത്തരത്തിൽ ABC എന്ന് പറഞ്ഞ ആ ഒരു ഷെഡ്യൂളും കാര്യങ്ങളും. അങ്ങനെ 3 കാറ്റഗറി ആയിട്ട് എന്താണ് ഇൻഡസ്ട്രീസിനെ തരംതിരിച്ചു. എന്തിൻ്റെ അടിസ്ഥാനത്തിലെന്ന് നിങ്ങൾ വിചാരിക്കുന്നതോ അത് മാനേജ്മെന്റിന്റെ അടിസ്ഥാനത്തിൽ 3 രീതിയിൽ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെഡ്യൂൾ എയിൽ വരുന്ന എന്താണെന്ന് വെച്ചാൽ അവിടെ ഗവൺമെന്റ് ആണ് മാനേജ് ചെയ്യുന്നത്. ഗവൺമെന്റ് എന്റർപ്രൈസസ് ആണ്
ഷെഡ്യൂൾ എയിൽ വരുന്നത്. അത്തരത്തിൽ ഗവൺമെൻറ് എൻ്റർപ്രൈസസ് ആയിട്ട് 17 ഇൻഡസ്ട്രീസ് ഉണ്ടായിരുന്നു. ഞാൻ ഇവിടെ ഒന്ന് മാറ്റി എഴുതാം. ഷെഡ്യൂൾ എ വരുന്നുണ്ട്, ഷെഡ്യൂൾ ബി വരുന്നുണ്ട്, ഷെഡ്യൂൾ സി വരുന്നുണ്ട്. ഷെഡ്യൂൾ എയിൽ 17 ഇൻഡസ്ട്രീസ് ആണ്. അത് ആരാണ് മെയിൻറ്റെയിൻ ചെയ്യുന്നത്? അത് ഗവൺമെൻറ്റിൻ്റെ അണ്ടറിലാണ് വരുന്നത്. ഷെഡ്യൂൾ എയിൽ 17 ഇൻഡസ്ട്രീസ് ആണ് വരുന്നത്. എക്സ്ക്ലൂസീവ് റെസ്പോൺസിബിലിറ്റി ഓഫ് സ്റ്റേറ്റ് അല്ലേ, സ്റ്റേറ്റ് ആയാലും സെൻട്രൽ ഗവൺമെൻറ് ആയാലും ഗവൺമെൻറ്റിയാണ് എക്സ്ക്ലൂസീവ് റെസ്പോൺസിബിലിറ്റി കാര്യങ്ങൾ വരുന്നത്. ഇവിടെ എന്താണ്? ഇവിടെ പ്രധാനമായിട്ടും 4 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ആണ്. 17 ഇൻഡസ്ട്രീസ് ടോട്ടൽ പറഞ്ഞെങ്കിലും 4 ടൈപ്പ് ഓഫ് ഇൻഡസ്ട്രീസ് ഇവിടെ ഉണ്ടായിരുന്നു. ഒന്ന് ആംസ് ആൻഡ് അമ്യൂണിഷൻ ആണ്. ആംസ് ആൻഡ് അമ്യൂണിഷൻ ആണ് ഒന്ന് വരുന്നത്. അതുപോലെ എന്താണ്? അറ്റോമിക് എനർജി വരുന്നുണ്ട്. അറ്റോമിക് എനർജി വരുന്നുണ്ട്, ആംസ് ആൻഡ് അമ്യൂണിഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ റെയിൽവേസ് വരുന്നുണ്ട്, അതുപോലെ എയർ ട്രാൻസ്പോർട്ട് വരുന്നുണ്ട്. ഈ പറഞ്ഞ 17 ഇൻഡസ്ട്രീസിനെ 4ആയിട്ട് തരംതിരിച്ചു. ഗവൺമെൻറ് എക്സ്ക്ലൂസീവ് റൈറ്റ്സ് ആണ് ആംസ് ആൻഡ് അമ്യൂണിഷൻ, റെയിൽവേ, അറ്റോമിക് എനർജി, എയർ ട്രാൻസ്പോർട്ട്. ഓക്കെ, ആ രീതിയിൽ വരുന്നുണ്ട്. ഇനി ഷെഡ്യൂൾ ബി എന്ന് പറയുന്ന സമയത്ത് ഷെഡ്യൂൾ ബിയിൽ അവിടെ 12 ഇൻഡസ്ട്രീസ് എന്ന് പറഞ്ഞു. അവിടെ മിക്സഡ് ആണ്. മിക്സഡ് എന്ന് പറയുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയും അതുപോലെ എന്താണ് പ്രൈവറ്റിൻ്റെയും കാര്യങ്ങൾ, പബ്ലിക്കിനും പ്രൈവറ്റിനും എന്താണ് ഒരുപോലെ മാനേജ്മെൻറ്റ് റൂൾസ് വരുന്നുണ്ട്. ഇനി ഷെഡ്യൂൾ സി തീർച്ചയായിട്ടും എന്തായിരിക്കും ബാക്കിയുള്ളത്? ഷെഡ്യൂൾ സി ആണ്. അത് തീർച്ചയായിട്ടും പ്രൈവറ്റിൻ്റെ മേൽനോട്ടത്തിൽ, മാനേജ്മെൻറ്റ് ആരുടേതായിരിക്കും? പ്രൈവറ്റിൻ്റെ മേൽനോട്ടത്തിലായിരിക്കും വരുന്നത്. ഈ പറയുന്ന ഷെഡ്യൂൾ എ, പി, സി എന്ന് പറയുന്ന കാറ്റഗറിയൊക്കെ അല്ലെങ്കിൽ 1956 ഇൻഡസ്ട്രിയൽ പോളിസി എന്ന് പറയുന്ന കൺസെപ്റ്റ് തന്നെ മഹൽനോബിസ് മോഡലിനെ ബേസ് ചെയ്തിട്ടാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, സെക്കൻഡ് 5 ഇയർ പ്ലാനിൽ മഹൽനോബിസിൻ്റെ കൺസെപ്റ്റ് ആയിരുന്നു ഇൻഡസ്ട്രിയൽ ലെവലിൽ ഇന്ത്യ വളർത്തിയെടുക്കുക എന്ന രീതിയിലുള്ള കാര്യങ്ങൾ അല്ലേ. സോ അതിൻ്റെ ഭാഗമായിട്ട് വന്നത് തന്നെയാണ് 1956 ഇൻഡസ്ട്രിയൽ പോളിസി. അതുകൂടെ ഒന്ന് ഓർത്ത് വെച്ചാൽ മതി. ഉത്തരം എത്രയാണ്? 17 ആണ്. സപ്പോസ് ഷെഡ്യൂൾ ബി ആണ് ചോദിച്ചെങ്കിൽ ഉത്തരം 12 ആയിരുന്നു. ആ രീതി കൂടെ ഒന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ഐഡന്റിഫൈ ദ ഓപ്ഷൻ ദാറ്റ് arranges the following neighboring countries of India according to their Human Development Index ranking 2021-22 increasing order. 2021-22 പുറത്തു വന്ന ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റാങ്കിങ് പ്രകാരം താഴെ തന്ന ഇന്ത്യയുടെ അയൽ രാജ്യങ്ങളെ കാറ്റഗറൈസ് ചെയ്യുക. ആ ഒരു റാങ്കിങ്ങിൽ എന്താണ് കാറ്റഗറൈസ് ചെയ്യുക എന്നതാണ് ഇവിടെ ചോദ്യം വന്നത്. സോ കാറ്റഗറൈസ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് റാങ്ക് അറിഞ്ഞേ മതിയാത്തുള്ളൂ. 2021-22 ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സിൽ ഈ തന്ന രാജ്യങ്ങളുടെ റാങ്ക് തീർച്ചയായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. നമുക്ക് അറിയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു റാങ്കിങ്ങുമായിട്ട്, ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് റാങ്കിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് ഏഷ്യൻ റീജിയനിൽ തന്നെ ടോപ്പായിട്ട് വന്നത് ജപ്പാനായിരുന്നു. ഓക്കെ, സിംഗപ്പൂർ. ഏറ്റവും ടോപ്പായിട്ട് വന്നത് സിംഗപ്പൂരാണ് വന്നത്. സിംഗപ്പൂർ 12ാം സ്ഥാനം. അത് കഴിഞ്ഞാൽ ജപ്പാനാണ്. ജപ്പാൻ 19ാം സ്ഥാനം. ഇവിടെ സിംഗപ്പൂരും തന്നില്ല, ജപ്പാനും തന്നില്ല. സോ ആ ഒരു കാര്യം നമ്മൾ വിട്ടേക്കും. ഇന്ത്യയുടെ ആണെങ്കിൽ 132ആണ്. 191 രാജ്യങ്ങളിൽ ഇന്ത്യ എന്താണ് 131ആണ്. ഇന്ത്യയുടെ കാര്യം ഇവിടെ ചോദിച്ചില്ല. ഓക്കെ, പകരം എന്താണ് ചോദിച്ചത്? ഇനി ഒരു കാര്യം കൂടെ നമുക്ക് പറയാം. ഇതിൽ മൊത്തത്തിൽ ഏഷ്യൻ മാത്രമല്ല, മൊത്തത്തിൽ വരുന്ന സമയത്ത് സ്വിറ്റ്സർലാൻഡ് ടോപ്പ് വരുന്നുണ്ട്, അതുപോലെ നോർവേ രണ്ടാമത് വരുന്നുണ്ട്. സ്വിറ്റ്സർലാൻഡ് ടോപ്പ് ഒന്നാമത് വന്നു, നോർവേ രണ്ടാമത് വന്നു. എന്തൊക്കെ കാര്യങ്ങൾ പഠിച്ചു ഈ ലിസ്റ്റിൽ? ഹ്യൂമൻ ഡെവലപ്മെൻറ്റ് ഇൻഡെക്സ് 2021-22 സ്വിറ്റ്സർലാൻഡ് ഒന്നാമത്, നോർവേ രണ്ടാമത്, ഇന്ത്യ 132ാമത്. ഏഷ്യൻ രാജ്യങ്ങളിൽ സിംഗപ്പൂർ 12ാം സ്ഥാനത്ത് ഒന്നാമത് വന്നു. ഏഷ്യൻ രാജ്യങ്ങളിൽ ജപ്പാൻ 19ാം സ്ഥാനത്ത് വന്നിട്ടുണ്ട്. സോ ഇനി നമുക്ക് അറിയേണ്ട കാര്യത്തിലേക്ക് കടക്കാം. ശ്രീലങ്കയുടെ റാങ്കിങ് എത്രാമതായിരുന്നു? ശ്രീലങ്കയുടെ റാങ്കിങ് 73 ആണ്. 73ാമതായിരുന്നു ശ്രീലങ്ക ഉണ്ടായിരുന്നത്. ഇനി മാലിദ്വീപ്സ് 90ാമതായിരുന്നു ഉണ്ടായിരുന്നത്. അങ്ങനെയാണെങ്കിൽ ഭൂട്ടാൻ എത്രാമതായിരുന്നു? ഭൂട്ടാൻ ഉണ്ടായിരുന്നത് 127ാമതാണ്. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശ് 129ാമതാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയുടെ മറ്റ് അയൽ രാജ്യങ്ങളെ കൂടെ നമുക്ക് പരിഗണിക്കാം അല്ലേ. ഇന്ത്യ 132 ഓൾറെഡി പറഞ്ഞു. ചൈന ഈ ഒരു ലിസ്റ്റിൽ 79th ഉണ്ടായിരുന്നത്. ചൈന ഇവിടെ ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല, അതുകൊണ്ട് പ്രശ്നമില്ല നമുക്ക്. ചൈന 79th ആണ്. നേപ്പാൾ, ഇന്ത്യയുടെ മറ്റ് രീതിയിൽ ചോദിക്കുകയാണെങ്കിൽ നേപ്പാൾ 143rd ആണ്. മ്യാൻമാർ 149 ആണ്. പാകിസ്ഥാൻ 161 ആണ്. ഇത്രയും അയൽ രാജ്യങ്ങൾ കൂടെ അവിടെ നിന്ന് പഠിച്ചു വെച്ചോ. സോ ഇവിടെ റാങ്കിങ് എന്താണ്? ഇൻക്രീസിംഗ് ഓർഡർ എന്ന് പറയുമ്പോൾ ശ്രീലങ്ക ഒന്നാമത് വരും, മാൽദീവ്സ് രണ്ടാമത് വരും, ഭൂട്ടാൻ മൂന്നാമത് വരും, ബംഗ്ലാദേശ് നാലാമത് വരും. സോ ABCD ഓർഡർ തന്നെയാണല്ലേ. ഉത്തരം എന്താണ്? ഉത്തരം വരുന്നത് ഓപ്ഷൻ 4 ആണ്. ABCD ആണ്. ഓപ്ഷൻ 4 അല്ല, ABDC ആണ് ഓപ്ഷൻ 4 ABCD ഓപ്ഷൻ 2 ആണ്. ഓക്കെ, ഓപ്ഷൻ 2 ആണ് ABCD വരുന്നത്. അത്രയും കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. കൂടുതൽ നമുക്കിവിടെ പഠിക്കാനൊന്നുമില്ല, ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? M2 is one of the measure of money supply. M2 is the sum of M1+. ആക്ച്വലി ഈ ഒരു കൺസെപ്റ്റ്
മണി സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട ഈ ഒരു കൺസെപ്റ്റ് ഞാൻ ക്ലാസ്സിൽ എടുത്തിട്ടുണ്ടായിരുന്നില്ല. സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. ഞാൻ ക്ലാസ്സിൽ എടുത്തില്ല. എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ ഞാൻ എവിടെയും പഠിപ്പിച്ചില്ല. CGL ബാച്ച് ആയാലും ഒരു ബാച്ച് ആയാലും പഠിപ്പിച്ചില്ല. ബട്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് പ്രീവിയസിൽ ചർച്ച ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രീവിയസിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ, പുതിയ ടോപ്പിക്സ് നമ്മൾ പഠിക്കും. കാരണം നമുക്ക് ക്ലാസ്സിൽ ഉൾപ്പെടുത്താൻ പറ്റാതെ പോയ, ക്ലാസ്സിൽ നമുക്ക് നമ്പർ ഓഫ് ലിമിറ്റ് ഉണ്ട്. ഒരുപാട് കാര്യങ്ങളൊന്നും ക്ലാസ്സിൽ നമുക്ക് പറയാൻ വേണ്ടി പറ്റത്തില്ല. ഈ ഒരു CGL അല്ലെങ്കിൽ മറ്റു പരീക്ഷകളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിപ്പിക്കുകയാണെങ്കിൽ 100-200 ക്ലാസ് നമ്മൾ ചെയ്യേണ്ടതായിട്ട് വരും. അത്രയും ടോപ്പിക്സ് വരുന്നുണ്ട്. സോ എല്ലാം നമുക്ക് പഠിപ്പിക്കാൻ പറ്റത്തില്ല. ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രം നമ്മൾ ക്ലാസ്സിൽ എടുക്കും. ബാക്കി ഇതുപോലെ പ്രീവിയസ് കാര്യങ്ങൾ പഠിപ്പിക്കുമെന്നാണ് ചർച്ച ചെയ്യും. സോ ഇവിടെ നമുക്ക് അറിയാനുള്ള കാര്യം എന്താണ്? മണി സപ്ലൈയുമായിട്ട് ബന്ധപ്പെട്ട M1 M2 എന്നൊക്കെ പറഞ്ഞാൽ എന്തൊക്കെ ടേം ഇവർ തന്നിട്ടുണ്ടല്ലേ. സോ ഈ ടേമുമായിട്ട് ബന്ധപ്പെട്ട് ഇനി ചോദ്യങ്ങൾ വന്നാൽ നമുക്ക് എങ്ങനെ കാര്യങ്ങൾ മനസ്സിലാക്കാം എന്നാണ് ഇവിടെ പഠിക്കാനുള്ളത്. ഈ ഒരു സംഭവം എന്താണെന്ന് വെച്ചാൽ ഈ M1 M2 എന്നൊക്കെ പറയുന്ന ആക്ച്വലി സംഭവം എന്താണെന്ന് വെച്ചാൽ മണി അഗ്രിഗേറ്റ് ആണ്. എന്താണ്? മണി അഗ്രിഗേറ്റ് ആണ്. M1 M2 എന്നൊക്കെ പറഞ്ഞ് ഈ ഒരു M എന്ന് പറയുന്ന കാര്യം തന്നെ എന്താണ്? മണി അഗ്രിഗേറ്റ് ആണ്. സോ മണി അഗ്രിഗേറ്റ് എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഒന്നുകൂടെ ഞാൻ കൃത്യമായിട്ട് പറഞ്ഞുതരാം. മെഷർ ഓഫ് മണി സപ്ലൈനെ കൺട്രി, നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള മണി സപ്ലൈ. നിങ്ങളോട് ചോദിക്കുകയാണ് ഇപ്പോൾ 2024 ജനുവരി മാസത്തിലെ ഇന്ത്യയിൽ എത്ര മണി സപ്ലൈ ഉണ്ടെന്ന രീതിയിൽ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മണി സപ്ലൈ പറയാൻ വേണ്ടി സാധിക്കണം അല്ലേ. ആ ഒരു മണി സപ്ലൈ ചിലപ്പോൾ എന്തിൻ്റെ പോയിന്റ് ഓഫ് വ്യൂ ആവും? ഇന്ത്യയിലെ കറൻസി ആവും. ഓക്കെ, ഇന്ത്യയുടെ ചില കോയിൻസ്, നോട്ടിൻ്റെ എമൗണ്ട് ആവും, അല്ലെങ്കിൽ എന്താണ് ബാങ്കുകളുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ് കാര്യങ്ങളാവാം, അല്ലെങ്കിൽ സേവിംഗ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് ആവും, അല്ലെങ്കിൽ അതുപോലെ തന്നെ എന്താണ് നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ആവും, കൊമേഴ്ഷ്യൽ ബാങ്ക്സുമായിട്ട് ബന്ധപ്പെട്ട നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ആവാം. സോ ആ രീതിയിൽ എന്താണ്? ആ രീതിയിൽ നമ്മുടെ ഈ ആ ഒരു ലിക്വിഡിറ്റി ബേസ് ചെയ്തിട്ട് എന്താണ്? ലിക്വിഡിറ്റി എന്ന് പറയുമ്പോൾ മണീൻ്റെ അവൈലബിലിറ്റി ആണല്ലേ. ആ ഒരു ക്യാഷ് ആൻഡ് ഫോമിൽ അവൈലബിലിറ്റിയാണ് നമ്മൾ ലിക്വിഡിറ്റി എന്ന രീതിയിൽ വിളിക്കുന്നത്. സോ ഈ അവൈലബിലിറ്റി ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താണ് M1 M2 M3 M4 M0 കൂടെ ഉണ്ട്. ആ രീതിയിൽ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ മണിയുടെ സപ്ലൈ നമ്മൾ ക്ലാസിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ഈ രീതിയിൽ 4 നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ വേണ്ടി സാധിക്കും. സോ ഇതിനാണ് നമ്മൾ എന്ത് പേരിൽ വിളിക്കുന്നത്? മണി അഗ്രിഗേറ്റ് അല്ലേ. മെഷർ ഓഫ് മണി സപ്ലൈ കൺട്രി. നമ്മുടെ രാജ്യത്ത് എത്ര പണം ഒഴുകുന്നുണ്ട് എന്നതിൻ്റെ, എത്ര പണം ഫ്ലോ ചെയ്യുന്നുണ്ട് എന്നതിൻ്റെ കണക്കിനെയാണ് നമ്മൾ മണി അഗ്രിഗേറ്റ് എന്ന പേരിൽ വിളിക്കുന്നത്. ഓക്കെ, മെഷർ ഓഫ് മണി സപ്ലൈ ഇൻ ദ കൺട്രി. 1977 1998 കാലം വരെ, 1977 തൊട്ട് 1998 വരെ ഇത് 4 കാറ്റഗറീസ് ഉണ്ടായിരുന്നുള്ളൂ. M1 M2 M3 M4. പിന്നീട് എന്താണ്? പിന്നീട് ഇത് M0 കൂടെ 1998 എന്താണ് M0 കൂടെ ആഡ് ചെയ്തു. M0 M1 M2 M3 M4 എന്ന രീതിയിൽ M0 കൂടെ 1998 ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഇനി ഈ ഓരോന്നും എല്ലാം മണി സപ്ലൈ ആണെന്ന് പറഞ്ഞു. M എന്ന് പറഞ്ഞാൽ മണി അഗ്രിഗേറ്റ് ആണെന്ന് പറഞ്ഞു. ഈ മണി സപ്ലൈ തന്നെ 4 തരംതിരിക്കാം. അത് ഈ പറഞ്ഞതുപോലെ എന്തൊക്കെയാവാം? നമ്മുടെ കറൻസി, സർക്കുലേഷനിലുള്ള കറൻസി കാര്യങ്ങളാവാം, അല്ലെങ്കിൽ ബാങ്ക് ഡെപ്പോസിറ്റ് ആവും, അല്ലെങ്കിൽ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആവും, അല്ലെങ്കിൽ മറ്റ് ലിക്വിഡ് അസറ്റ്സ് ആവാം, ടൈം ഡെപ്പോസിറ്റ് ആവാം, എന്ത് വേണമെങ്കിലും ആവാം. സോ ആ രീതിയിൽ നമ്മൾ കാറ്റഗറൈസ് ചെയ്യുമ്പോൾ ഈ മണി സപ്ലൈ 4 തരംതിരിച്ചു അല്ലേ. എന്തൊക്കെയാണ്? M0 M1 M2 M3 M4. സോ ഓരോന്നും എന്താണെന്ന് അറിയാം. M0 എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ റിസർവ്ഡ് മണി എന്നൊക്കെ നമ്മൾ പറയും. റിസർവ്ഡ് മണി എന്ന് പറയുന്ന സമയത്ത് ഇപ്പോൾ ഈ ഒരു സൊസൈറ്റി, ഇന്ത്യ എന്ന് പറയുന്ന മഹാരാജ്യത്തുള്ള കറൻസി സർക്കുലേഷൻ, അതിപ്പോൾ കോയിൻ ആവാം, പേപ്പർ കറൻസി ആവാം, എല്ലാ കാര്യങ്ങളും എന്തിൽ വരും? M0 വരും അല്ലേ. M0 എന്ന് പറയുമ്പോൾ എന്താണ്? കറൻസി ഇൻ സർക്കുലേഷൻ. നമ്മുടെ ഇന്ത്യ പോലുള്ള രാജ്യത്തുള്ള കറൻസി ഇൻ സർക്കുലേഷൻ, നോട്ട്സ് ആവാം, കോയിൻസ് ആവാം, അങ്ങനെയുള്ള കാര്യങ്ങൾ വരാം അല്ലേ. അതുപോലെ എന്താണ്? അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ് ആവും, ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് കാര്യങ്ങളാണ്, ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് പോലെയുള്ള കാര്യങ്ങൾ M0 വരാം. ഓക്കെ, M0 എന്താ? കറൻസി ഇൻ സർക്കുലേഷൻ, കോയിൻസ്, പേപ്പർ നോട്ട്സ് കാര്യങ്ങളാവും. അതുപോലെ ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് RBI, ബാങ്ക് ഡെപ്പോസിറ്റ് വിത്ത് RBI ആണ്. RBIയുടെ കയ്യിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റും കാര്യങ്ങളും വരാം അല്ലേ. അതുപോലെ മറ്റ് ഡെപ്പോസിറ്റ്, അതർ ഡെപ്പോസിറ്റ് വിത്ത് RBI, അതർ ഡെപ്പോസിറ്റ് വിത്ത് RBI. സോ M0 എന്തൊക്കെ വന്നു? M0 എന്ന് ചോദിച്ചാൽ മണി അഗ്രിഗേറ്റ് M0 എന്ന് പറഞ്ഞാൽ അതിൽ എന്തൊക്കെ കൗണ്ട് ചെയ്യുന്നുണ്ട്? അതിൽ ഇപ്പോൾ നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തുള്ള നോട്ടും കോയിൻ്റെ അളവെടുക്കും. അതുപോലെ RBIയുടെ കയ്യിലുള്ള ബാങ്ക് ഡെപ്പോസിറ്റ് എടുക്കും, RBIയുടെ കയ്യിലുള്ള മറ്റ് ഡെപ്പോസിറ്റും കാര്യങ്ങളും എടുക്കും അല്ലേ. സോ അതെടുത്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് ആവോ? ഇല്ല, കംപ്ലീറ്റ് ആവത്തില്ല. ഇതിന് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലേ. സോ അതെന്തിൽ പറയും? അത് M1 പറയും. M1 എന്ന് പറയുമ്പോൾ M0 ഓൾറെഡി ആഡ് ചെയ്തു. ഈ ഒരു കാര്യങ്ങൾ ഇവിടെയുള്ള ഈ ഒരു കാര്യങ്ങൾ ഉണ്ടല്ലോ, ഇത് ഫുള്ള് ഇത് M0 ആണ്. M0ൻ്റെ കൂടെ എന്തൊക്കെ ആഡ് ചെയ്യണം? M0ൻ്റെ കൂടെ M1 എന്ന് പറയുന്നത് നമ്മളിപ്പോൾ പറഞ്ഞ ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആദ്യം അങ്ങനെ ആഡ് ചെയ്യാം. DD എന്ന് പറയുന്ന ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുക. ഇതൊക്കെ എന്താണ്? ഇതൊക്കെ മണി ഇൻ സർക്കുലേഷൻ ആണ്. ഓക്കെ, ഡിമാൻഡ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യുക. അതുപോലെ അതർ ലിക്വിഡ് അസറ്റ്, മറ്റേതൊക്കെ ലിക്വിഡ് അസറ്റ്സ് ഉണ്ടോ അതൊക്കെ അങ്ങ് ആഡ് ചെയ്യുക. അതർ ലിക്വിഡ്
അസെറ്റ്സ്. ഇവിടെയുള്ള പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ M0 M1 ഒക്കെ ഹൈ ലിക്വിഡിറ്റി ഉള്ള കാര്യങ്ങളാണ്. പെട്ടെന്ന് നമുക്ക് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താണ് പണത്തിന്റെ ഫോമിലേക്ക് മാറ്റിയെടുക്കാൻ വേണ്ടി സാധിക്കും. ഹൈ ലിക്വിഡിറ്റി ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. സോ M0യുടെ കൂടെ ഡിമാൻഡ് ഡെപ്പോസിറ്റും അതർ ലിക്വിഡ് അസെറ്റ്സും ചേർന്ന് കഴിഞ്ഞാൽ നമുക്ക് M1 കാണാൻ വേണ്ടി സാധിക്കും അല്ലേ. ഇനി M1 കണ്ടു. ഇനി എന്താണ്, ഇനി M2 കാണണമെങ്കിൽ നമുക്ക് എന്താണ്, M2 കാണണമെങ്കിൽ ഈ പറയുന്ന M1ന്റെ കൂടെ, ഓക്കെ, M2 നമുക്ക് കാണണമെങ്കിൽ ഈ പറയുന്ന M1ന്റെ കൂടെ എന്താണ്, M1ന്റെ കൂടെ സേവിങ് ഡെപ്പോസിറ്റ്, M1ന്റെ കൂടെ എന്താണ് സേവിങ്സ് ഡെപ്പോസിറ്റ്. ഈ ഒരു കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെക്കണം. M2 ആണെങ്കിൽ M1ന്റെ കൂടെ സേവിങ് ഡെപ്പോസിറ്റ്, അതുപോലെ ടൈം ഡെപ്പോസിറ്റ്, സേവിങ് ഡെപ്പോസിറ്റ്, അതുപോലെ ടൈം ഡെപ്പോസിറ്റ്, മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട്സ്, അങ്ങനെയുള്ള കാര്യങ്ങൾ. മണി മാർക്കറ്റ് മ്യൂച്വൽ ഫണ്ട് ഞാനിവിടെ മര്യാദയ്ക്ക് എഴുതുന്നില്ല, ഒന്ന് നോട്ട് ചെയ്യണം നിങ്ങൾ. M2 കാണണമെങ്കിൽ എന്താണ്, M1 ഓൾറെഡി എന്താണെന്ന് പറഞ്ഞു, M0 പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് പ്ലസ് അതർ ലിക്വിഡ് അസെറ്റ് ആണെന്ന് പറഞ്ഞു. അതിൻ്റെ കൂടെ എന്താണ്, അതിൻ്റെ കൂടെ M2 കാണണമെങ്കിൽ M1ന്റെ കൂടെ എന്താണ് നമ്മൾ സേവിങ് ഡെപ്പോസിറ്റ് ആഡ് ചെയ്യണം അല്ലേ. M2 കാണണമെങ്കിൽ സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്, കൃത്യമായിട്ട് പറഞ്ഞാൽ സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്, അതുപോലെ തന്നെ സേവിങ് ബാങ്ക്, അങ്ങനെയുള്ള കാര്യങ്ങളാണ് വരുന്നത്. ഇനി എന്താണ്, ഇനി M3 കാണണമെങ്കിൽ, ഓക്കെ, ഇനി M3 നമുക്ക് കാണണമെങ്കിൽ എന്താണ്, M3 കാണണമെങ്കിൽ എന്തിൻ്റെ കൂടെ തന്നെയാണ് ആഡ് ചെയ്യേണ്ടത്, M1ന്റെ കൂടെ തന്നെയാണ്. ഈ പറഞ്ഞ M2 അല്ല, മാറിപ്പോയത്. M3 കാണണമെങ്കിൽ നമുക്ക് എന്താണ്, M1ന്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആഡ് ചെയ്താൽ മതി. എന്താണ്, നെറ്റ് ടൈം ഡെപ്പോസിറ്റ് ഓഫ് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആഡ് ചെയ്താൽ മതി. ഇനി എന്ത് മാത്രമാണ് ബാക്കിയുള്ളത്, ഇനി M4 മാത്രമാണ് ബാക്കിയുള്ളത്. M4 എന്ന് പറയുമ്പോൾ M3 ഉണ്ടല്ലോ, M3യുടെ കൂടെ ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ഓർഗനൈസേഷൻ. എന്താണ്, ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ഓർഗനൈസേഷൻ എക്സ്ക്ലൂഡിങ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്. എന്താണ്, എക്സ്ക്ലൂഡിങ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്, അതുപോലുള്ള കാര്യങ്ങൾ എക്സ്ക്ലൂഡ് ചെയ്ത് കഴിഞ്ഞാൽ. സോ M0 M1 M2 M3 M4 അഞ്ചും എന്ത് തന്നെയാണ്, അഞ്ചും നമ്മുടെ മണി അഗ്രിഗേറ്റ്സ് ആണ്, നമ്മുടെ രാജ്യത്തുള്ള മണി ഫ്ലോ ആണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ M0 എന്ന് വെച്ചാൽ എന്താണ്, M0 എന്ന് വെച്ചാൽ ഓൾറെഡി നമ്മൾ പറഞ്ഞ റിസേർവ്ഡ് മണിയാണ്. അതിലിപ്പോൾ നമ്മുടെ കറൻസി ഇൻ സർക്കുലേഷൻ, കോയിൻസ് വരാം, പേപ്പർ മണി വരാം, എന്ത് വേണമെങ്കിലും വരാം. അതുപോലെ ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ് വരും, അത് RBIയുടെ കയ്യിലെ ബാങ്കേഴ്സ് ഡെപ്പോസിറ്റ്, മറ്റ് ഡെപ്പോസിറ്റും RBIയുടെ കയ്യിലെ മറ്റ് ഡെപ്പോസിറ്റ് വരാം അല്ലേ. M1 എന്താണ്, M1 ഈ പറഞ്ഞ സെയിം കാര്യങ്ങൾ M0 അവിടെ ആഡ് ചെയ്യും. M0 പ്ലസ് എന്താണ്, നമ്മുടെ ഡിമാൻഡ് ഡെപ്പോസിറ്റ്, അതർ ലിക്വിഡ് അസറ്റും കാര്യങ്ങളൊക്കെ എന്താണ്, കറൻസി പ്ലസ് ഡിമാൻഡ് ഡെപ്പോസിറ്റ് വിത്ത് ബാങ്കും കാര്യങ്ങളും വരും അല്ലേ. ഇനി M2 എന്താണ്, M2 M1ന്റെ കൂടെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ M1ന്റെ കൂടെ സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക്സ് ആഡ് ചെയ്താൽ മതി. ഓക്കെ, സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ബാങ്ക് ആഡ് ചെയ്താൽ മതി. ഇനി M3 കിട്ടണമെങ്കിൽ എന്താണ്, M3 കിട്ടണമെങ്കിൽ M1ന്റെ കൂടെ നെറ്റ് ടൈം ഡെപ്പോസിറ്റ് വിത്ത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആഡ് ചെയ്യണം. M4 കിട്ടണമെങ്കിൽ M3 പ്ലസ് ടോട്ടൽ ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ് സേവിങ് ഓർഗനൈസേഷൻ എക്സ്ക്ലൂഡിങ് എന്താണ്, നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ്സ് അവിടെ ആഡ് ചെയ്താൽ മതി. സോ ഇവിടെ ചോദ്യം എന്തായിരുന്നു, M2 ചോദ്യം ഇതാണ്. M2 ഈക്വൽ ടു, ഇവിടെ എഴുതാം, M2 ഈക്വൽ ടു M1 പ്ലസ് ആണല്ലേ. M2യോടെ പോയി M1 പ്ലസ് സേവിങ് ഡെപ്പോസിറ്റ് എന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. ഉത്തരം എന്താണ് ഇവിടെ, സേവിങ് ഡെപ്പോസിറ്റ് വിത്ത് പോസ്റ്റ് ഓഫീസ്. അതിനുവേണ്ടി നമ്മൾ പുതിയൊരു കൺസെപ്റ്റ് പഠിച്ചു അല്ലേ. ഇനി പരീക്ഷയ്ക്ക് വരുന്ന മറ്റൊരു ചോദ്യമാണ്, ഇതിൽ ഏറ്റവും ഹൈലി ലിക്വിഡ് ആയിട്ടുള്ള കാര്യം ഏതാണെന്ന രീതിയിൽ പരീക്ഷയ്ക്ക് ചോദ്യങ്ങൾ വരാറുണ്ട്. മോസ്റ്റ് ലിക്വിഡ് ആയിട്ട് വരുന്നത് M1 ആണ്. ഓക്കെ, M1 ഇത് ഇവിടുന്ന് താഴോട്ടേക്ക് പോകും. നിങ്ങൾ ഒന്ന് ആലോചിച്ചാൽ മതി, ലിക്വിഡിറ്റി എന്താണ്, ലിക്വിഡിറ്റി ഡിക്രീസ് ചെയ്യാണ്. ഓക്കെ, M1 മോസ്റ്റ് ലിക്വിഡായി, M2 ലിക്വിഡിറ്റി. ഇവിടെ ഇതിന് രണ്ടിനും നമ്മൾ എന്താണ്, കുറച്ചുകൂടി ലിക്വിഡ് ആയതുകൊണ്ട്, കുറച്ചുകൂടി ലിക്വിഡിറ്റി കൂടിയത് കൊണ്ട് തന്നെ ഇതിന് രണ്ടിനെയും M1നെയും M2നെയും നമ്മൾ നാരോ മണി എന്ന രീതിയിൽ, മോസ്റ്റ് ലിക്വിഡ് ആയതുകൊണ്ട് നാരോ മണി എന്ന രീതിയിലും, M3 M4 നമ്മൾ എന്താണ്, ലീസ്റ്റ് ലിക്വിഡ് ആയതുകൊണ്ട് ബ്രോഡ് മണി എന്ന രീതിയിലും പറയും. സോ M1 ആണ് മോസ്റ്റ് ലിക്വിഡും M4 ആണ് ലീസ്റ്റ് ലിക്വിഡും. അതുകൂടെ പരീക്ഷയ്ക്കൊന്ന് പഠിച്ചു നോക്കണം. M1 ഈസ് ദ മോസ്റ്റ് ലിക്വിഡ്, ഈ ട്രാൻസാക്ഷനുമായിട്ട് ഈസിയസ്റ്റ് ട്രാൻസാക്ഷൻ കൂടിയാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട് മോസ്റ്റ് ലിക്വിഡും ഈസിയസ്റ്റ് ട്രാൻസാക്ഷനുമാണ്. M4 എന്താണ്, നേരെ തിരിച്ച് ലീസ്റ്റ് ലിക്വിഡാണ് M4 വരുന്നത്. അതുപോലെ M3 എന്ന് പറഞ്ഞ ഈ ഒരു കാര്യം ഉണ്ടല്ലോ, M3 ഈസ് മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ. ഈ മണി സപ്ലൈ, നമ്മുടെ കൺട്രിയിലെ മണി സപ്ലൈയുടെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ എന്ന് പറയുന്നത് M3 ആണ്. അത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കണം. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ബാക്ക് അടിച്ച് നോട്ട് ചെയ്താൽ മതി. ഞാൻ എഴുതി നോക്കണ്ട, എഴുതിയത് എനിക്ക് കൃത്യമായിട്ട് എഴുതാനുള്ള സമയമില്ലാത്തത് കൊണ്ടാണ്, നിങ്ങളെ കൂടുതൽ കാര്യങ്ങൾ പഠിപ്പിക്കേണ്ടത് കൊണ്ടാണ്
ഞാൻ ആ രീതിയിൽ എഴുതി പോയിട്ടുണ്ടായിരുന്നത്. സോ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി കാര്യങ്ങൾ. ഇതുമായിട്ട് ബന്ധപ്പെട്ട് വന്ന ചോദ്യങ്ങൾ പറഞ്ഞു. M0, M1, M2, M3, M4. അതിൻ്റെ ഡെഫിനേഷൻ ഞാൻ പഠിപ്പിച്ച് തന്ന പോലെ തന്നെ ഇവിടെ പഠിച്ചു വെക്കണം. 4 കാര്യം മണി അഗ്രഗേറ്റ് ആണ്. നമ്മുടെ ഇന്ത്യയിലുള്ള മണി സപ്ലൈയുടെ കാര്യങ്ങളാണ് 4ലും പറയുന്നത്. അതിൽ M1 തൊട്ട് താഴോട്ടേക്ക് പോകുമ്പോൾ ലിക്വിഡിറ്റി എന്താണ്? ലിക്വിഡിറ്റി കുറഞ്ഞു വരും. അല്ല, മോസ്റ്റ് ലിക്വിഡ് M1ഉം ലീസ്റ്റ് ലിക്വിഡിറ്റി M4ഉം അതുപോലെ മോസ്റ്റ് കോമൺലി യൂസ്ഡ് മെഷർ ഓഫ് മണി സപ്ലൈ M3യുമാണ്. അത്രയും കാര്യങ്ങൾ അവിടെ പഠിച്ചു വെച്ചാൽ മതി. ബാക്കി ആ ഒരു ഇക്വേഷൻ അവിടെ M0 = M1 = M2 = എന്നൊക്കെ പറഞ്ഞ് ഇക്വേഷൻ അവിടെ നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചാലും മതി. ക്ലിയർ ആണല്ലോ ഇത്രയും കാര്യങ്ങൾ? സോ അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ചോദ്യത്തിലേക്ക് നമുക്ക് പോവാം. ഇൻ ജൂലൈ 2021 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് എ നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി, നിപുൺ ഭാരത് എന്ന് പറയാം, for ensuring that every child in the country necessarily attains a foundation literacy and numeracy by the end of grade. അതായത് നമ്മുടെ ഇന്ത്യയിലെ എല്ലാ കുട്ടികളും ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് എത്തുന്നതിന് മുൻപ് എന്താണ് അവർക്ക് അത്യാവശ്യമായിട്ട് ലഭിച്ചിരിക്കേണ്ട വിദ്യാഭ്യാസമല്ല, ആ ഒരു ലിറ്ററസി കാര്യങ്ങൾ, സാക്ഷരത, സാക്ഷരതാ കാര്യങ്ങളും അതുപോലെ നമ്പേഴ്സ് കൂട്ടാനുള്ള ആ ഒരു കാര്യങ്ങളും നേടിയിരിക്കണം എന്ന് പറഞ്ഞിട്ട് നിപുൺ ഭാരത് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നിട്ടുണ്ട്. സോ എത്രാം ക്ലാസ് എത്തുന്നതിന് മുൻപാണ് ഈ പറയുന്ന ഫൗണ്ടേഷൻ ലിറ്ററസിയും ന്യൂമറസിയും നിപുൺ ഭാരതുമായിട്ട് ബന്ധപ്പെട്ട കുട്ടികൾ നേടിയിരിക്കേണ്ടതെന്നാണ് ഇവിടെ ചോദ്യം വന്നത്. 3ാം ക്ലാസ് എത്തുന്നതിന് മുൻപ് 3ാം ക്ലാസ് എത്തുന്നതിന് മുൻപാണ് കുട്ടികൾ ഈ ഒരു നേട്ടം സ്വന്തമാക്കിയിരിക്കേണ്ടതെന്ന് നിപുൺ ഭാരതിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. നാഷണൽ ഇനീഷ്യേറ്റീവ് ഫോർ പ്രൊഫിഷ്യൻസി ഇൻ റീഡിംഗ് വിത്ത് അണ്ടർസ്റ്റാൻഡിംഗ് ആൻഡ് ന്യൂമറസി, അതാണ് നിപുൺ ഭാരത്. ഇതിലൂടെ എന്താണ് കുട്ടികൾ 3ാം ക്ലാസ് എത്തുന്നതിന് മുൻപ് ഫൗണ്ടേഷൻ ആയിട്ടുള്ള ലിറ്ററസിയും ന്യൂമറസിയും ആ കുട്ടികൾക്ക് നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിരിക്കണം. 2026, 2027 എന്താണ് ഗ്രേഡ് 3 വരെ 3ാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളും ബേസിക് ലിറ്ററസിയും ന്യൂമറസിയും നേടിയിരിക്കണമെന്നാണ് ഈ സ്കീമിന്റെ ഭാഗമായിട്ട് പറയുന്നത്. ഓൾറെഡി ഉള്ള നമ്മുടെ നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗമായുള്ള ഒരു എക്സ്റ്റൻഷൻ കൂടിയാണ് ഈ പറയുന്ന നിപുൺ ഭാരത് സ്കീം. സോ പരീക്ഷയ്ക്ക് ഇങ്ങനെയൊക്കെയാണ് ചോദ്യങ്ങൾ വരുന്നത്. 3ാം ക്ലാസ് എത്തുന്നതിന് മുൻപ് കുട്ടികൾക്ക് ഫൗണ്ടേഷൻ ലിറ്ററസിയും ന്യൂമറസിയും സ്വായത്തമാക്കാനുള്ള ഒരു സ്കീമാണ് നിപുൺ ഭാരത്. അങ്ങനെ കൂടെ തിരിച്ചുകൂടെ പഠിച്ചു വെച്ചാൽ മതി. ക്ലിയർ അല്ലേ? സോ ഉത്തരം എന്താണ്? 3 ഉത്തരം വരുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് പീരീഡ്സ് റെഫേർഡ് ടു ആസ് ദ പീരീഡ് സ്റ്റാഗ്നന്റ് ഓർ സ്റ്റേഷനറി ഫേസ് ഓഫ് ഗ്രോത്ത് ഓഫ് ഇന്ത്യസ് പോപ്പുലേഷൻ? എന്താണ് കാര്യം? ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ കാര്യമായുള്ള വളർച്ച സംഭവിക്കാത്ത പീരീഡ്, താഴെ പറയുന്നതിൽ ഏത് പീരീഡിലാണ് ഇന്ത്യയുടെ പോപ്പുലേഷനിൽ കാര്യമായിട്ട് എന്താണ് അല്ലെങ്കിൽ വളരെ തുച്ഛമായുള്ള വളർച്ച മാത്രം അതുവരെ ഉള്ളതിൽ നിന്നും നേരിട്ടതെന്ന് ചോദിച്ചാൽ ഉത്തരം 1901-നും 1921-നും ഇടയിലാണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ അതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിൽ അല്ലെങ്കിൽ അതിനുശേഷവും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു ഇടിവ് സംഭവിച്ചിട്ടുണ്ടായിരുന്നത്. ആ ഗ്രോത്ത് റേറ്റ് എന്താണ്? വളരെ വലിയ രീതിയിൽ ഗ്രോത്ത് റേറ്റ് ഇടിയുന്ന ഒരു സാഹചര്യം കൂടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. 1921 തൊട്ടിട്ട് 1921 വരെ നെഗറ്റീവ് ഗ്രോത്ത് വരെ 1911 തൊട്ടിട്ട് 21 വരെ നെഗറ്റീവ് ഗ്രോത്ത് വരെ നമുക്ക് ഈ ഒരു കാലയളവിൽ ഉണ്ടായിരുന്നു. ഇതിന്റെ കാരണം എന്താണെന്ന രീതിയിൽ ഒരിക്കൽ ചോദ്യം വന്നിട്ടുണ്ട്. ഇതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയിരുന്നു. അതായിരുന്നു ഇത്തരത്തിലൊരു സ്റ്റേഷനറി ഫേസ് വരാനുള്ള കാരണം. പരീക്ഷയ്ക്ക് മുൻപ് വന്നുള്ള സീജിയനിലെ ചോദ്യമാണ്. 1901 തൊട്ടിട്ട് 1921 വരെ നമ്മുടെ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റ് ഒരു സ്റ്റേഷനറി ഫേസ് അല്ലെങ്കിൽ സ്റ്റാഗ്നന്റ് ഫേസ് ആവാനുള്ള കാരണം എന്താണെന്ന രീതിയിൽ ചോദിച്ചിട്ട് ഹൈ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ്, ലോ ബർത്ത് റേറ്റ്, ഹൈ ഡെത്ത് റേറ്റ്, ലോ ബർത്ത് റേറ്റ്, ലോ ഡെത്ത് റേറ്റ് എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഉത്തരം എന്താണ്? രണ്ടും ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഹൈ ആയതാണ് ഇത്തരത്തിലൊരു സ്റ്റാഗ്നന്റ് അല്ലെങ്കിൽ സ്റ്റേഷനറി ഫേസ് നമ്മുടെ പോപ്പുലേഷൻ ഗ്രോത്ത് റേറ്റിൽ വരാനുള്ള സാഹചര്യമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ 1901 തൊട്ടിട്ട് 1921 വരെയാണ് ഈ ഒരു പീരീഡ് നമുക്ക് എടുത്ത് കാണിക്കാൻ വേണ്ടി സാധിക്കുന്നത്. ക്ലിയർ ആണല്ലോ? 1901 തൊട്ടിട്ട് 1921 വരെ. നെക്സ്റ്റ് എന്താണ്? ഇൻ വിച്ച് 5-year പ്ലാൻ വാസ് എ പ്രോസസ് ഓഫ് എക്കണോമിക് റീഫോം ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഏത് 5-year പ്ലാനിന്റെ ഭാഗമായിട്ടാണ് എക്കണോമിക് റീഫോം ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്നാണ് ചോദ്യം. ആക്ച്വലി എക്കണോമിക് റീഫോം വരുന്നത് 1991 ബട്ട് 1991 കാലയളവിൽ ഇന്ത്യയിൽ 5-year പ്ലാൻ ഉണ്ടായിരുന്നില്ല. അന്നത്തെ സാമ്പത്തികമല്ല രാഷ്ട്രീയപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രണ്ട് രീതിയിലും പ്രശ്നങ്ങൾ ഉള്ളത് കൊണ്ട് 5-year പ്ലാൻ ഉണ്ടായിരുന്നില്ല. അതിനുശേഷം വന്ന 5-year പ്ലാനാണ് 1992 തൊട്ടിട്ട് 1997 വരെ വന്ന നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ 8th 5-year പ്ലാൻ റോസ് ഗ്രേ യോജനയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 8th 5-year പ്ലാൻ. അന്നത്തെ പ്രധാനമന്ത്രി ആരാണെന്ന പേര് ഓർമ്മയുണ്ടോ? PV നരസിംഹറാവു ആണല്ലോ അന്നത്തെ പ്രധാനമന്ത്രി. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഈ പറയുന്ന കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. 1992 തൊട്ട് 97 വരെ 8th 5-year പ്ലാൻ ആയിരുന്നു. 8th 5-year പ്ലാനിന്റെ ആ ഒരു കാലയളവിൽ പ്രധാനമന്ത്രി PV നരസിംഹറാവു ആയിരുന്നു. ആ സമയത്താണ് LPG ഇൻട്രൊഡ്യൂസ് ചെയ്തത്. LPG എന്ന് പറയുന്ന സമയത്ത് നമ്മുടെ വീട്ടിലെ ഗ്യാസ് ആണെന്ന് ഓർത്ത് വയ്ക്കരുത്. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ,
ഗ്ലോബലൈസേഷൻ, സ്വകാര്യവൽക്കരണം, ഉദാരവൽക്കരണം, ആഗോളവൽക്കരണം, 3 ടേംസ് കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യ എന്താണ്, ഇന്ത്യ ലോക മാർക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട ഗ്ലോബൽ മാർക്കറ്റുമായിട്ട് ഇന്ത്യ കണക്ട് ചെയ്യുന്നൊരു കാര്യമായിരുന്നു LPG അല്ലേ. ഇന്ന് നമ്മുടെ ഇന്ത്യയിൽ അല്ലെങ്കിൽ കേരളത്തിലൊരു സിറ്റിയിൽ ഇരുന്നുകൊണ്ട് നമ്മൾ KFC കഴിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്താണ് ഇന്ത്യയിൽ നമ്മുടെ ഒരു ലൂയിസ് ഫിലിപ്പിൻ്റെ ഷർട്ട് അല്ലെങ്കിൽ ഒരു വാൻ ഹ്യൂസിൻ്റെ പാൻറ്റ് നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു മെഴ്സറൈസ് ബെൻസിൻ്റെ ഒരു കാർ നമ്മൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് എന്തുകൊണ്ടാണ്? അത് ഗ്ലോബലൈസേഷൻ കാരണമാണ്. അല്ലെങ്കിൽ ഇന്ത്യൻ നിർമ്മിതമായിട്ടുള്ള ഒരു മഹീന്ദ്ര കാർ അല്ലെങ്കിൽ ടാറ്റ കാർ അമേരിക്കയിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഗൾഫ് കൺട്രീസിൽ വിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കാരണം എന്താണ്? ഗ്ലോബലൈസേഷനാണ്. സോ ഈ ഒരു ഗ്ലോബലൈസേഷൻ വഴി തുറന്നത് 8th 5-year പ്ലാനിൻ്റെ ഭാഗമായിട്ടാണ്. അല്ലെങ്കിൽ ആ ഒരു സമയത്താണ് പ്രധാനമായിട്ട് ഇൻഡസ്ട്രീസിൻ്റെ മോഡേണൈസേഷൻ ഒക്കെ 8th 5-year പ്ലാനിൻ്റെ ലക്ഷ്യങ്ങളായിരുന്നു. അതുപോലെ ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഒരു ഭാഗം കൂടിയായിട്ട് മാറിയിട്ടുണ്ട് അല്ലേ. 1995 ഈ ഒരു പീരീഡിൽ തന്നെ എന്താണ് ഇന്ത്യ വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ്റെ ഭാഗമായിട്ടുണ്ടായിരുന്നു. 8th 5-year പ്ലാനിൽ നമുക്ക് 5.6% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തു. നമ്മൾ 5.6% ഗ്രോത്ത് എക്സ്പെക്ട് ചെയ്തിട്ട് നമുക്ക് എത്ര കിട്ടി? 6.8%. അതായത് ഈ ഒരു പ്ലാന് സക്സസ്ഫുൾ ആയിരുന്നു. 8th 5-year പ്ലാൻ സക്സസ്ഫുൾ ആയിരുന്നു. ബട്ട് എന്താണ് അവിടെ പ്രൈവറ്റിൻ്റെ കാര്യമായുള്ള ഇടപെടൽ വന്നു, പബ്ലിക് സെക്ടറിൻ്റെ കാര്യമായുള്ള ഇടിവും വന്നു. പബ്ലിക് സെക്ടറിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് 34% ഇടിഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഒരു കാലയളവിൽ. സോ ഇവിടെ വന്ന ചോദ്യം എന്തായിരുന്നു? എക്കണോമിക് റീഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് ഏത് 5-year പ്ലാനിൻ്റെ കാലയളവിലാണെന്നല്ലേ. അതേതാണ്? 8th 5-year പ്ലാനിലാണ്. നമ്മൾ ഓൾറെഡി ചർച്ച ചെയ്ത കാര്യങ്ങളാണ്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ പണം എന്താണ്? പണം കടം കൊടുക്കാനുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ്, അല്ലെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് എന്ന് പറയുന്ന ടേം കൊടുത്തില്ലെങ്കിൽ നമുക്ക് ആരെ വേണമെങ്കിലും പറയാം. നമ്മുടെ നാട്ടിൽ എന്താണ് പട്ടിപ്പലിശക്കാരൻ്റെ പേര് വരെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ക്രെഡിറ്റ് ഇൻ ഇന്ത്യ? സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഇൻ ഇന്ത്യ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം. കൊമേഴ്ഷ്യൽ ഏജൻസിൻ്റെ പേര് പറയാം, ട്രേഡേഴ്സ് പറയാം, മണി ലെൻഡേഴ്സ് പറയാം, എന്ത് വേണമെങ്കിലും പറയാം. ബട്ട് ഇവിടെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് അംഗീകൃതമായുള്ള ആ ഒരു സ്ഥാപനങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത് അല്ലേ. സോ അങ്ങനെ പറയുന്ന സമയത്ത് എന്താണ്? ബാങ്ക്സ് ആണ്. നിങ്ങൾ പണത്തിന് അത്യാവശ്യം വരുന്ന സമയത്ത് ഒരു അംഗീകൃതമായുള്ള സ്ഥാപനം, ചിട്ടി, നമ്മുടെ നാട്ടിൽ പലിശ കൊടുക്കുന്ന, വട്ടി കൊടുക്കുന്ന ആളുകൾ എന്താണ്? ഇൻസ്റ്റിറ്റ്യൂഷൻസ് സോഴ്സസ് ആണോ അല്ലെങ്കിൽ അംഗീകൃത സ്ഥാപനങ്ങളാണോ? ഒരിക്കലും അല്ല അല്ലേ. സോ അങ്ങനെ ഓപ്പറേഷൻ കുബേറിലൂടെ അവരൊക്കെ എന്താണ് ഈ രീതിയിൽ ഇല്ലാതാക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ നമുക്കൊരു ആവശ്യം വരുന്ന സമയത്ത് നമ്മൾ ആദ്യം ആശ്രയിക്കുന്നത് എന്താണ്? കൊമേഴ്ഷ്യൽ ബാങ്ക്സിനെയാണ്. സോ ഇന്ത്യയിലെ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് ഏതാണ്? അത് കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണല്ലേ. ഇന്ത്യയിലെ റൂറൽ ഏരിയയിൽ തന്നെ എന്താണ് കടങ്ങളുടെ 80% നൽകുന്ന ഈ പറഞ്ഞ ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ആയിട്ടുള്ള കൊമേഴ്ഷ്യൽ ബാങ്ക്സിൽ നിന്നാണ്. അതിലെന്തൊക്കെ വരും? കോപ്പറേറ്റീവ്സ്, അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് വരും, റീജിയണൽ റൂറൽ ബാങ്ക്സ് വരും, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് വരും, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. ചിലപ്പം താഴെ പറഞ്ഞ എന്തൊക്കെയാണ് ഇൻസ്റ്റിറ്റ്യൂഷണൽ സോഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന രീതിയിലൊക്കെ ചോദ്യം വന്നാൽ പറയണം. കോപ്പറേറ്റീവ്സ് ഉണ്ട്, അതുപോലെ കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ഉണ്ട്, റീജിയണൽ റൂറൽ ബാങ്ക്സ് ഉണ്ട്, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ട്, ലാൻഡ് ഡെവലപ്മെൻറ്റ് ബാങ്ക്സ് ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത്. സോ ഇവിടെ ഉത്തരം കൊമേഴ്ഷ്യൽ ബാങ്ക്സ് ആണ്. നെക്സ്റ്റ് എന്താണ്? Who among the following has been named as the World Bank Education Advisor for the period of 2021 June to 2024 June? ഓക്കെ, ഇവിടെ 2021 തൊട്ട് 2024 വരെ വേൾഡ് ബാങ്കിന്റെ എഡ്യൂക്കേഷൻ അഡ്വൈസറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട വ്യക്തി ആരെന്നാണ് ചോദ്യം. ഒരു വ്യക്തിയുടെ പേരാണ്. ഡയറക്റ്റ് നമുക്ക് പേരിലേക്ക് തന്നെ പോകാം. രഞ്ജിത്ത് സിൻ ദിസലയാണ്. ആരാണ്? രഞ്ജിത്ത് സിൻ ദിസല. നമ്മുടെ ഓപ്ഷൻ 4 ആണ്. രഞ്ജിത്ത് സിൻ ദിസലയാണ്. മഹാരാഷ്ട്രയിലെ ഒരു പ്രൈമറി ടീച്ചറാണ് ഇദ്ദേഹത്തെയാണ് 2021 തൊട്ട് 2024 വരെ വേൾഡ് ബാങ്ക് എഡ്യൂക്കേഷൻ അഡ്വൈസറായിട്ട് തിരഞ്ഞെടുത്തിട്ടുള്ളത്. ആ രീതി കൂടെ ഒന്ന് ഓർത്ത് വെക്കണം. അതുപോലെ തന്നെ ഇദ്ദേഹത്തിന് എന്താണ് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് കൂടെ നേടിയെടുക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. രഞ്ജിത്ത് സിൻ ദിസല എന്താണ് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് നേടിയ വ്യക്തിയാണ്. ഗേൾ എഡ്യൂക്കേഷൻ പ്രൊമോഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇദ്ദേഹത്തിന് ഗ്ലോബൽ ടീച്ചർ പ്രൈസ് ലഭിച്ചിട്ടുള്ളത്. അതുകൂടെ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് പഠിച്ചു വെക്കണം. ഓക്കെ, ക്ലിയർ ആണല്ലോ അത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് എന്താണ്? ഓൺ 29th July 2021 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ലോഞ്ച്ഡ് വിദ്യ പ്രവേശ് എ പ്രീ സ്കൂൾ പ്രിപ്പറേഷൻ പ്രോഗ്രാം ഫോർ സ്റ്റുഡൻസ് പ്രിപ്പയറിംഗ് ദ ചിൽഡ്രൻ ഫോർ സ്കൂൾ. എന്താണ്? 2021 ജൂലൈ 29 നമ്മുടെ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ വിദ്യ പ്രവേശ് എന്ന് പറഞ്ഞിട്ട് ഒരു പ്രീ സ്കൂൾ പ്രിപ്പറേഷൻ പ്രോഗ്രാം കൊണ്ടുവന്നു. പ്രീ സ്കൂൾ എന്ന് പറയുന്ന സമയത്ത് എന്താണ്? കുട്ടികൾ സ്കൂളിലേക്ക് വരുന്നതിന് മുൻപ് സ്കൂളിനുള്ള ഒരു പേടി മാറ്റാൻ, അല്ലെങ്കിൽ അതൊരു എന്താണ് അത്രത്തോളം പേടിക്കേണ്ട സംഭവമല്ല, സാധാരണ ഉള്ളതുപോലെ തന്നെ നമുക്കവിടെ ആസ്വദിച്ച് പഠിക്കാം എന്ന രീതിയിലൊക്കെ കുട്ടികളെ ബോധവൽക്കരിക്കാൻ വേണ്ടിയിട്ട് ഒരു പദ്ധതി വന്നിട്ടുണ്ടായിരുന്നു. അതാണ് വിദ്യാപ്രവേശ് സ്കൂള്. ഇത് എത്രാം ക്ലാസ്സിലേക്ക് പ്രവേശനം ലഭിക്കാൻ വേണ്ടി പോകുന്ന കുട്ടികൾക്ക് വേണ്ടിയുള്ള സ്കീം എന്നാണ് ചോദ്യം വന്നത്. എത്രാം ക്ലാസ്സാണ്? നഴ്സറി ആണോ, പ്രീ നഴ്സറി ആണോ, 1ാം ക്ലാസ് ആണോ, കിൻഡർ ഗാർഡൻ ആണോ? ഏത് കുട്ടികൾക്ക് സ്കൂളിലേക്ക് അല്ലെങ്കിൽ പ്രവേശനം നേടുന്നതിന് മുൻപ് അവർക്ക് വേണ്ട കളികളായാലും അല്ലെങ്കിൽ ആ രീതിയിൽ അവരെ ഉത്സാഹത്തോടെ മുന്നോട്ട് കൊണ്ടുവരാനുള്ള ആ ഒരു
കാര്യമാണെന്ന് ചോദിച്ചാൽ അത് 1ാം ക്ലാസ് ആണ്. എന്താണ്? ഫസ്റ്റ് ഗ്രേഡ് ആണല്ലേ. ഫസ്റ്റ് ക്ലാസ് 1ാം ക്ലാസ്സിൽ വരുന്ന കുട്ടികൾ 1ാം ക്ലാസ്സിൽ ആദ്യമായിട്ട് സ്കൂളിലേക്ക് വരുന്നു. നമ്മൾ മുൻപ് അംഗനവാടി അല്ലെങ്കിൽ LKG UKG പഠിക്കുന്നുണ്ടെങ്കിലും നമ്മുടെ വിദ്യാഭ്യാസം 1ാം ക്ലാസ് തൊട്ടാണ് കൃത്യമായിട്ട് ആരംഭിക്കുന്നത് നമ്മൾ പറയാറുണ്ട്. 1ാം ക്ലാസ് തൊട്ട് അങ്ങോട്ടേക്ക് പഠിക്കും. സോ 1ാം ക്ലാസ്സിൽ വരുന്നതിന് മുൻപ് കുട്ടികൾ എന്താണ് ആ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായമായിട്ട് കുട്ടികളെ കോപ്പപ്പ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ വിദ്യാപ്രവേശ് എന്ന് പറയുന്ന സ്കീം കൊണ്ടുവന്നത്. നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഭാഗം കൂടിയാണിത്. സ്കൂളിലേക്ക് ആദ്യമായിട്ട് വരുന്നതിന് മുൻപ് 3 മാസത്തെ ഒരു പ്രോഗ്രാം എന്ന രീതിയിലാണ് വരുന്നത്. കുട്ടികൾക്കൊരു തയ്യാറെടുപ്പ് എന്ന രീതിയിൽ ആ കാര്യങ്ങൾ വരുന്നുണ്ട്. അതുപോലെ ഈ ഒരു ഇനീഷ്യേറ്റീവിന്റെ തന്നെ ഭാഗമായിട്ട് ഇന്ത്യൻ സൈൻ ലാംഗ്വേജ് കൂടെ ഒരു പാഠ്യ വിഷയമായിട്ട് സെക്കൻഡറി ലെവലിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അതുകൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ആ ഒരു കാര്യം കൂടെ അവിടെ ഒന്ന് പഠിച്ചു വയ്ക്കണം. നെക്സ്റ്റ് ഇൻഡസ്ട്രീസ് ആർ ക്ലാസിഫൈഡ് ഇൻടു കാറ്റഗറീസ് ഇൻ ഇൻഡസ്ട്രിയൽ പോളിസി റെസൊല്യൂഷൻ. ഇത് നമ്മൾ കുറച്ച് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലേ. ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി എന്ന രീതിയിൽ. ഷെഡ്യൂൾ എയിൽ 17, ഷെഡ്യൂൾ ബിയിൽ 12 എന്നൊക്കെ പറഞ്ഞത് ഓർമ്മയുണ്ടോ? 1956 ഇൻഡസ്ട്രിയൽ പോളിസി പ്രകാരം വന്നത്. സോ എത്ര രീതിയിൽ ക്ലാസിഫൈ ചെയ്തു? ഷെഡ്യൂൾ എ, ഷെഡ്യൂൾ ബി, ഷെഡ്യൂൾ സി. ഉത്തരം എത്രയാണ്? 3 ആണല്ലേ. ഓൾറെഡി നമ്മൾ പറഞ്ഞതുകൊണ്ട് വീണ്ടും ഞാൻ സമയം കളയുന്നില്ല. ഉത്തരം എന്താണ്? 3 ആണ് ഉത്തരമായിട്ട് ഇവിടെ വരേണ്ടത്. നെക്സ്റ്റ് What is the name of the scheme launched in 2022 for the welfare measure of the transgender community and for person who are engaged in the act of begging? 2022 ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റീസിന് വേണ്ടിയിട്ടും അതുപോലെ ബെഗിങ്ങിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് ഒരു ഇനീഷ്യേറ്റീവ് കൊണ്ടുവന്നു. ആ ഇനീഷ്യേറ്റീവിൻ്റെ പേരെന്താണ്? അവർ കാണുമ്പോൾ പുഞ്ചിരിച്ചാൽ മതി അല്ലേ. സ്മൈലാണ്. സ്മൈൽ എന്ന് പറയുന്ന ഇനീഷ്യേറ്റീവിലൂടെയാണ് ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയും അതുപോലെ ബെഗിങ്ങിലൂടെ ഭിക്ഷാടനത്തിലൂടെ ഉപജീവന മാർഗം കണ്ടെത്തുന്ന ആളുകളെയും സഹായിക്കാൻ വേണ്ടിയിട്ട് ഗവൺമെൻറ് കൊണ്ടുവന്ന പദ്ധതി. സോ സ്മൈലിൻ്റെ ഫുൾ ഫോം എന്താണെന്ന് വെച്ചാൽ സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ്. ഓക്കെ, എന്താണ് സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് for livelihood and enterprises. So smile full form എന്തായിരുന്നു? സപ്പോർട്ട് ഫോർ മാർജിനലൈസ്ഡ് ഇൻഡിവിജ്വൽസ് ഫോർ ലിവ്ലിഹുഡ് ആൻഡ് എന്റർപ്രൈസ് എന്നാണ്. ഇത് ലോഞ്ച് ചെയ്തത് നമ്മുടെ മിനിസ്ട്രി ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ് ആണ്. 2022 ഇവിടെ പറഞ്ഞ കൃത്യമായിട്ടുള്ള ഡേറ്റ് ഒക്കെ ചോദിക്കുകയാണെങ്കിൽ August 12 എന്ന് പറഞ്ഞു. 2022 August 12 ലോഞ്ച് ചെയ്തത്. ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 365 കോടി രൂപ ഗവൺമെൻറ് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 2022 തൊട്ടിട്ട് 2026 വരെയുള്ള ആ ഒരു 5 വർഷത്തെ സ്കീമാണ് ഈ ഒരു കാര്യങ്ങൾ വരുന്നത്. 2021, 22 തൊട്ടിട്ട് 25, 26 വരെയുള്ള സ്കീമാണ്. സ്മൈൽ എന്നാണ്. സ്മൈലിൻ്റെ ഫുൾ ഫോം അവിടെ നിന്ന് പഠിച്ചു വെച്ചാൽ മതി. ഓക്കെ, ക്ലിയർ അല്ല അത്രയും കാര്യങ്ങൾ. നെക്സ്റ്റ് GDP ഡിഫ്ലേറ്റർ. GNP ഡിഫ്ലേറ്റർ കാര്യങ്ങളൊക്കെ നമ്മൾ നോമിനൽ GDP, റിയൽ GDP കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു എക്കണോമിക്സിൻ്റെ ക്ലാസ്സിൽ. സോ റിയൽ GDP എന്താണ്, നോമിനൽ GDP എന്താണെന്ന് അറിയുന്നവർക്ക് വളരെ സിമ്പിളായിട്ട് GDP ഡിഫ്ലേറ്റർ എന്താണെന്ന് പറയാൻ വേണ്ടി സാധിക്കും അല്ലേ. സോ എന്താണ് GDP ഡിഫ്ലേറ്റർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടൂൾ ദാറ്റ് മെഷർ പ്രൈസ് ചേഞ്ച് ഓവർ ടൈം. അതായത് പ്രൈസ് ചേഞ്ച്, പണത്തിലുണ്ടായിരുന്ന ആ ഒരു വ്യത്യാസം കാലക്രമേണ അളക്കുന്ന ഒരു ടൂളാണ് നമ്മൾ GDP ഡിഫ്ലേറ്റർ എന്ന് പറയുന്നത്. GDP ഡിഫ്ലേറ്റർ കാണാൻ ഒന്നുമില്ല, നോമിനൽ GDP ഡിവൈഡ് ബൈ റിയൽ GDP ഇൻറ്റു 100 ചെയ്താൽ മതി. നോമിനൽ GDPൻ്റെ റിയൽ GDPൻ്റെ റേഷ്യോ എടുത്താൽ മതി. അല്ലെ GDP ഡിഫ്ലേറ്റർ കാണാൻ നോമിനൽ GDPൻ്റെ റിയൽ GDPൻ്റെ റേഷ്യോ എടുത്താൽ മതി. സോ ഇവിടെ ഉത്തരം എന്താണ്? ഓപ്ഷൻ 4 ആണ്. ബാക്കിയൊക്കെ എന്താണ്? ഇൻറ്റു, പ്ലസ്, മൈനസ്. സോ ഡിവൈഡ് ബൈ ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. ഇനി നോമിനൽ GDP എന്താണ്, റിയൽ GDP എന്താണെന്ന് വെച്ചാൽ GDP കാണുന്ന ഒരു മെത്തേഡ്സ് ആണ്. നോമിനൽ GDP എന്താണെന്ന് വെച്ചാൽ GDP നമ്മൾ കറണ്ട് പ്രൈസിൽ കാണുകയാണ്. കറണ്ട് പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് അവിടെ ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ വരും അല്ലേ. കറണ്ട് പ്രൈസ് എന്ന് പറയുമ്പോൾ ഇൻഫ്ലേഷൻ്റെ പ്രൈസ് വരും, പ്രശ്നങ്ങൾ അവിടെ വരും. ഇനി റിയൽ GDP എന്ന് പറയുമ്പോൾ നമുക്ക് എന്താണ്? ഒരു കോൺസ്റ്റന്റ് പ്രൈസ് ആണ്. ഒരു ബേസ് ഇയർ എടുക്കും. ഓക്കെ, ഒരു ബേസ് ഇയർ എടുത്ത് ആ ബേസ് ഇയറിനെ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ ആ ഒരു റിയൽ GDP നമ്മൾ കാണുന്നത്. സോ അവിടെ ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റഡ് ആണ്. ഞാൻ വ്യത്യാസം മനസ്സിലാണെങ്കിൽ നമ്മളിപ്പോൾ ഒരു മുട്ടയുടെ പ്രൈസ്, മുട്ട തന്നെയാണ് ഞാൻ സ്ഥിരമായിട്ട് ക്ലാസ്സിലൊക്കെ പറയുന്ന കാര്യങ്ങൾ. മുട്ടയ്ക്ക് മുട്ടയ്ക്ക് നമ്മൾ 2023 മുട്ടയുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു കാര്യം റിയൽ നോമിനൽ GDPൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ നോക്കുന്ന സമയത്ത് അവിടെ കറണ്ട് പ്രൈസിലാണെന്ന് പറഞ്ഞല്ലോ. കറണ്ട് പ്രൈസ് എന്ന് പറയുന്ന സമയത്ത് 2021
ജനുവരി മാസത്തിലെ മുട്ടയ്ക്ക് 5 രൂപ, ഫെബ്രുവരി മാസത്തിലെ മുട്ടയ്ക്ക് 4.5 രൂപ, മാർച്ച് മാസത്തിലെ മുട്ടയ്ക്ക് 4 രൂപ 60 പൈസ, ഏപ്രിൽ മാസത്തിൽ 5 രൂപ 25 പൈസ, മെയ് മാസത്തിൽ 5 രൂപ 50 പൈസ. ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മാറ്റം വരുന്ന സമയത്ത് നമ്മൾ എന്താണ് ഈ പറയുന്ന വ്യത്യാസങ്ങൾ ആ ഒരു GDP ബാധിക്കും അല്ലേ. ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ അവിടെ ബാധിക്കും. നമ്മളൊരു എമൗണ്ട് എടുത്ത് ചെയ്താലും ഇൻഫ്ലേഷൻ്റെ പ്രശ്നങ്ങൾ ബാധിക്കും. ബട്ട് നേരെ മറിച്ച് 2015 മുട്ടയുടെ ആവറേജ് പ്രൈസ് എന്താണ്? മുട്ടയുടെ ആവറേജ് പ്രൈസ് 3 രൂപയാണെങ്കിൽ അത് 2023 എത്തുന്ന സമയത്ത് എത്രയായിട്ട് മാറുന്നു? ആ ഒരു 3 രൂപ എന്ന് പറഞ്ഞ ആ ഒരു എമൗണ്ട് നമുക്ക് ബേസ് ചെയ്തിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായുള്ള ഇൻഫ്ലേഷൻ അഡ്ജസ്റ്റ് ആയിട്ടുള്ള ഒരു വാല്യൂയിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും അല്ലേ. സോ അതാണ് റിയൽ GDP. ഇത് ക്ലാസ്സിൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ഇത്തരത്തിൽ GDP ഡിഫ്ലേറ്റർ കാണണമെങ്കിൽ നോമിനൽ GDP റിയൽ GDP റേഷ്യോ നമ്മൾ എടുത്താൽ മതി എന്ന് നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, ക്ലിയർ ആണല്ലോ ഉത്തരം? ഇവിടെ ഉത്തരം എന്താണ്? നോമിനൽ GDP ബൈ റിയൽ GDP × 100 ആണ്. നെക്സ്റ്റ് എന്താണ്? വാട്ട് ഈസ് ദ ഫുൾ ഫോം ഓഫ് IADP? IADPയുടെ ഫുൾ ഫോം ആണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ഫുൾ ഫോം ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം എന്നാണ്. എന്താണ്? ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം, അല്ലെങ്കിൽ ഓപ്ഷൻ എ ആണ് നമുക്കിവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ആക്ച്വലി എന്താണ് ഈ ഇൻറ്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1960-61 കാലഘട്ടങ്ങളിൽ ലോഞ്ച് ചെയ്തൊരു ഇനീഷ്യേറ്റീവാണ്. പ്രധാനമായിട്ട് എന്താണ്? ഫുഡ് ക്രോപ്സിന്, മേജറായുള്ള പാടി, മില്ലറ്റ്, വീറ്റ് പോലുള്ള ഫുഡ് ക്രോപ്സിന് പ്രാധാന്യം നൽകി കൊണ്ടുവന്നൊരു പ്രോഗ്രാമായിരുന്നു. പ്രധാനമായിട്ട് നമ്മുടെ 7 ജില്ലകൾക്ക്, ഇന്ത്യയിലെ 7 ഡിസ്ട്രിക്ട്സിനാണ് ഈ പറയുന്ന പ്രാധാന്യം നൽകിയത്. ആ ഒരു ഡിസ്ട്രിക്റ്റിൽ എന്താണ്? പാടി, മില്ലറ്റ്, വീറ്റ് പോലുള്ള ഫുഡ് ക്രോപ്സ് വിളയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ഒരുക്കിയിട്ടുണ്ടായിരുന്നു. അത് ഏതൊക്കെയാണ് ജില്ലകൾ എന്ന് ചോദിച്ചാൽ, ഒന്ന് തമിഴ്നാടുവിലെ തഞ്ചാവൂർ, അതുപോലെ ആന്ധ്രാപ്രദേശിലെ വെസ്റ്റ് ഗോദാവരി, ബീഹാറിലെ ഷഹബാദ്, അതുപോലെ മധ്യപ്രദേശിലെ റായ്പൂർ, ഉത്തർപ്രദേശിലെ അലിഗ്രഹ്, ലുധിയാനയിലെ, പഞ്ചാബിലെ ലുധിയാന, അതുപോലെ രാജസ്ഥാനിലെ പാലി. ഈ 7 ഡിസ്ട്രിക്റ്റുകളെ കേന്ദ്രീകരിച്ചുകൊണ്ട് അവിടെ പാടി, മില്ലറ്റ്, വീറ്റ് പോലെയുള്ള ഫുഡ് ക്രോപ്സിന് പ്രാധാന്യം നൽകിയിട്ട് ഗവൺമെന്റ് കൊണ്ടുവന്ന ഇന്റൻസീവ് ആയിട്ടുള്ള ഒരു അഗ്രികൾച്ചർ പ്രോഗ്രാം ആയിരുന്നു ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം. ഓക്കെ, ആ രീതി കൂടെ ഒന്ന് ഓർത്തു വയ്ക്കണം. ഇതിന് പാക്കേജ് പ്രോഗ്രാം എന്ന പേരിലും വിളിക്കാറുണ്ടായിരുന്നു. ഫസ്റ്റ് മേജർ അഗ്രികൾച്ചർ എക്സ്പെരിമെന്റ് ബൈ ദ ഇന്ത്യൻ ഗവൺമെന്റ് എന്ന് കൂടെ നമുക്ക് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റിന്റെ പ്രോഗ്രാമിനെ വിളിക്കാം. പാക്കേജ് പ്രോഗ്രാം എന്നും ഇതിന്റെ പേര് നമ്മൾ വിളിക്കാറുണ്ട്. 1960-61 കാലഘട്ടങ്ങൾ ഗ്രീൻ റവല്യൂഷൻ ആരംഭത്തിലാണ് ഇന്റൻസീവ് അഗ്രികൾച്ചർ ഡിസ്ട്രിക്റ്റ് പ്രോഗ്രാം വന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട 7 ജില്ലകൾ കൂടെ ഞാൻ അവിടെ പറഞ്ഞിട്ടുണ്ട്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വെച്ചാൽ മതി. ക്ലിയർ ആണല്ലോ? നെക്സ്റ്റ് എന്താണ്? അണ്ടർ വിച്ച് പോളിസി has the Union Ministry of Power launched a scheme for procurement of aggregate power of 4,500 megawatt for 5 years. താഴെ പറഞ്ഞ ഏത് സ്കീമുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഭാവിയിൽ വരാനിരിക്കുന്ന വൈദ്യുതക്ഷാമം നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാൻ വേണ്ടി 4,500 മെഗാവാട്ട് പവർ എന്താണ് സംഭരിച്ചു വെച്ചിട്ടുണ്ടായിരുന്നത്? ഏത് സ്കീമിന്റെ ഭാഗമായിട്ടെന്നാണ് ചോദ്യം. ശക്തിയാണ്. ഏതാണ്? ശക്തി പോളിസിയുടെ ഭാഗമായിട്ടാണ്. ശക്തി പോളിസിയുടെ ഭാഗമായിട്ട് മിനിസ്ട്രി ഓഫ് പവർ ആണ് വൈദ്യുതക്ഷാമം നേരിടുന്ന സംസ്ഥാനങ്ങളെ സഹായിക്കാനും അതുപോലെ ഉൽപാദന പ്ലാന്റുകൾ അവയുടെ ശേഷി വർദ്ധിപ്പിക്കാനുള്ള ഒരു പദ്ധതി എന്ന രീതിയിലാണ് ശക്തി പോളിസി ആരംഭിച്ചത്. ഡീറ്റെയിൽസ് ഇവിടെ തന്നെ തന്നിട്ടുണ്ട്. അണ്ടർ വിച്ച് പോളിസി ഓഫ് യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ? ആരാണ് കൊണ്ടുവന്നത്? യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ ആണല്ലേ. ലോഞ്ച് സ്കീം ഫോർ പ്രൊക്യൂർമെന്റ് ഓഫ് അഗ്രിഗേറ്റ് പവർ ഓഫ് 4,500 മെഗാവാട്ട്സ് ഫോർ 5 years. എത്ര വർഷത്തേക്കാണ്? എത്ര മെഗാവാട്ടാണ്? ആരാണ് കൊണ്ടുവന്നെന്ന കാര്യമൊക്കെ ഇവിടെയുണ്ട്. സോ ശക്തി പോളിസിയുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ഏതൊക്കെയാണ് ശരിയെന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന യൂണിയൻ മിനിസ്ട്രി ഓഫ് പവർ ആണ്. അതുപോലെ 5 വർഷത്തേക്കുള്ള സ്കീമാണ്. അഗ്രിഗേറ്റ് പവർ 4,500 മെഗാവാട്ട് സംഭരിക്കാനുള്ള പരിപാടിയാണെന്നൊക്കെ പറഞ്ഞു തന്നാൽ നമുക്ക് ഉത്തരത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കണം അല്ലേ. ആ രീതി കൂടെ ഉത്തരം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. നെക്സ്റ്റ് എന്താണ്? ദ മിത്ര സ്കീം വാസ് first announced in the Union budget for 2021-22 to set up world class infrastructure in which sector? മിത്ര സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 2021-22 ബഡ്ജറ്റിൽ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത്. സോ അത് ഏത് സെക്ടറിനെ സഹായിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഏത് സെക്ടറിനെ ലോകോത്തര നിലവാരത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് മിത്ര സ്കീം കൊണ്ടുവന്നെന്നാണ് ഇവിടെ ചോദ്യം വന്നത്. സോ മിത്ര സ്കീമിന്റെ ഫുൾ ഫോം അറിഞ്ഞാൽ നമുക്ക് ആ ഒരു കാര്യത്തിലേക്ക് എത്താൻ വേണ്ടി സാധിക്കും. മിത്ര സ്കീമിന്റെ ഫുൾ ഫോം മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽഡ് റീജിയൻ ആൻഡ് അപ്പാരൽ എന്നാണ്. എന്താണ്? മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ എന്നാണ്. എന്താണ് മിത്ര എന്ന് വെച്ചാൽ? മെഗാ ഇൻ്റഗ്രേറ്റഡ് ടെക്സ്റ്റൈൽ റീജിയൻ ആൻഡ് അപ്പാരൽ എന്നാണ് മിത്ര സ്കീമിന്റെ ഫുൾ ഫോം ആയിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. സോ ഇവിടെ എന്താണ്? ടെക്സ്റ്റൈൽ എന്ന് പറയുന്ന കാര്യമുണ്ടല്ലോ. ഉത്തരം എന്താണ്? ടെക്സ്റ്റൈൽ ഇൻഡസ്ട്രി തന്നെയായിരിക്കും. സോ ടെക്സ്റ്റൈൽ, നമ്മുടെ ഇന്ത്യയുടെ ടെക്സ്റ്റൈൽ വ്യവസായത്തെ ലോക നിലവാരത്തിലേക്ക് മാർക്കറ്റിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള ഇനീഷ്യേറ്റീവ് ആയിരുന്നു 2021
22 യൂണിയൻ ബഡ്ജറ്റിന്റെ ഭാഗമായിട്ട് വന്ന മിത്ര സ്കീം. എയിം എന്താണ്? റെഡ്യൂസ് ലോജിസ്റ്റിക് കോസ്റ്റ്. പ്രധാനമായിട്ട് നമ്മുടെ ലോജിസ്റ്റിക് കോസ്റ്റ് റെഡ്യൂസ് ചെയ്യുക. അതുപോലെ എംപ്ലോയ്മെന്റ്, ഈ ഒരു ടെക്സ്റ്റൈൽ മേഖലയുമായിട്ട് ബന്ധപ്പെട്ട എംപ്ലോയ്മെന്റ് ഇൻക്രീസ് ചെയ്യുക. അതുപോലെ നമ്മുടെ ഇന്ത്യ ഒരു ഗ്ലോബൽ ലീഡറായിട്ട്, ഗ്ലോബൽ മാർക്കറ്റിൽ ടെക്സ്റ്റൈലിൽ ഒരു ലീഡറായിട്ട് കൊണ്ടുവരിക. അതുപോലെ ഇൻവെസ്റ്റ്മെന്റ്, ഇന്ത്യയിലെ കൂടുതൽ ടെക്സ്റ്റൈൽ മേഖലയിലേക്ക് ഇൻവെസ്റ്റ്മെന്റ് കാര്യങ്ങൾ കൊണ്ടുവരിക എന്നതിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ 2021-22 വർഷത്തിൽ 4445 കോടി രൂപ ബഡ്ജറ്റിൽ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് അനുമതി നൽകിയിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ ഓർത്തു വെക്കണം. നമ്മുടെ ഇന്ത്യയിൽ 7 ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലായിട്ട് മിത്ര പാർക്സ് നമുക്ക് നിലവിൽ കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. അതുകൂടെ ഒന്ന് ഓർത്തു വെക്കണം. ചിലപ്പോൾ അങ്ങനെയൊക്കെ ചോദ്യങ്ങൾ വരും. എത്ര സ്റ്റേറ്റ്സിലാണ് മിത്ര പാർക്സ് നിലവിൽ കാണുന്നതെന്ന് ചോദ്യങ്ങൾ വരും. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് നോട്ട് ഇൻക്ലൂഡഡ് ഇൻ ദ ഡൊമസ്റ്റിക് ഇൻകം. താഴെ പറഞ്ഞ ഏതാണ് ഡൊമസ്റ്റിക് ഇൻകത്തിൽ വരാത്ത എന്നാണ് ചോദ്യം. ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുമ്പോൾ എന്താണ്? ആഭ്യന്തര ഇൻകം ആണല്ലേ. ആഭ്യന്തര ഇൻകം. ഫോർ എക്സാമ്പിൾ, നമ്മളൊരു വീട്, ഓക്കെ, വീടുണ്ട്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ ഡാഡ് ഉണ്ട്, മമ്മുണ്ട്, ഒരു സണ്ണുണ്ട്, ഡാഡല്ല ഫാദറിന് കൊടുക്കുക അല്ലേ, ഒരു ഡോട്ടർ ഉണ്ട്. സോ ഫാദർ എന്താണ്? ഫാദർ ജോലിക്കാരനാണ്. ഫാദർ ഒരു സെൽഫ് എംപ്ലോയ്ഡ് ആണ്. ഫാദറിന് മാസം 20,000 രൂപയുണ്ട്. മദർ എന്താണ്? മദർ ഒരു ടീച്ചറാണ്. മദർക്ക് മാസം 30,000 രൂപയുണ്ട്. സൺ എന്ന് പറയുന്നത് സ്റ്റുഡൻ്റ് ആണ്, വരുമാനമില്ല. ഡോട്ടർ എന്ന് പറയുന്നത് IT പ്രൊഫഷണലാണ്, 50,000 രൂപ മാസം വരുമാനമുണ്ട്. സോ ഈ ഒരു വീട്ടിലേക്കുള്ള ആ ഒരു ഡൊമസ്റ്റിക് ആഭ്യന്തര വീട്ടിലേക്കുള്ള വരുമാനം എന്ന് പറയുന്നത് എന്താണ്? 50 + 30 + 20 ഈക്വൽ ടു എത്രയാണ്? 1 lakh ആണ് ഇവിടെ വരുന്നത്. സോ ഈ ഒരു വീട്ടിൻ്റെ എന്താണ് ഡൊമസ്റ്റിക് ആഭ്യന്തര ഇൻകം എന്ന് പറയുന്നത് 1 lakh ആണ് ഇവിടെ വരുന്നത്. സോ എന്താണ്? ആ ഒരു വീട്ടിനുള്ളിലുള്ള ആ ഒരു വരുമാനം. നേരെ മറിച്ചിട്ട് ഈ ഒരു വീട്ടിലേക്ക് എന്താണ്? 2 ദിവസത്തേക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് ഒരു അങ്കിൾ വരികയാണ്. അങ്കിളിൻ്റെ ജോലി എന്താണ്? അങ്കിളിൻ്റെ ജോലി എന്ന് പറയുന്നത് എഞ്ചിനീയറാണ്. അങ്കിളിന് മാസ വരുമാനം 60,000 രൂപയുണ്ടെന്ന് വിചാരിക്കണം. അത് എന്താണ്? അത് ഈ ഒരു വീട്ടിലെ വരുമാനത്തിലേക്ക് ആഡ് ചെയ്യുമോ? ഒരിക്കലും ഈ ഒരു വീട്ടിലെ വരുമാനത്തിലേക്ക് ആ ഒരു എമൗണ്ട് ആഡ് ചെയ്യത്തില്ല. കാരണം എന്താണ്? ആ ഒരു വ്യക്തി എന്ന് പറയുന്നത് പുറത്ത് നിന്ന് വന്ന വ്യക്തിയാണ്. ഇവിടെ ആ ഒരു വ്യക്തി എന്താണ്? ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ട് ആ ഒരു വ്യക്തി ജോലി ചെയ്യുന്നില്ല. അല്ലെങ്കിൽ എന്താണ്? ഇവിടെ ഒരാൾ കൂടെ ഉണ്ടായിരുന്നു, ഓക്കെ, ഒരു വ്യക്തി കൂടെ ഉണ്ടായിരുന്നു. ഇവരുമായിട്ട് ബന്ധപ്പെട്ടൊരു സണ്ണ് കൂടെ ഉണ്ടായിരുന്നു. ആ സണ്ണ് എന്താണ്? ഗൾഫിലാണ് ജോലി എന്ന് വിചാരിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഒരു വീടുമായിട്ട് ബന്ധപ്പെട്ടല്ല വരുമാനം, ഗൾഫിൽ അല്ലെങ്കിൽ ആ ഒരു വിദേശ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ് വരുമാനം വരുന്ന രീതിയിൽ കൂടെ ചിന്തിക്കണം. സോ ഈ ഒരു ഡൊമസ്റ്റിക് ഇൻകം എന്ന് പറയുമ്പോൾ ആ ഒരു വീടിൻ്റെ ഉള്ളിലുള്ള ആ ഒരു വീട്ടിൽ താമസിക്കുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെട്ട വരുമാനം. ഞാൻ നേരത്തെ പറഞ്ഞ അങ്കിളിൻ്റെ വരുമാനം കൂടെ അപ്പോൾ വരും അല്ലേ. ഓക്കെ, സോറി, അങ്കിളിൻ്റെ വരുമാനം കൂടെ അവിടെ വരും. അങ്കിൾ ആ ഒരു വീട്ടിൽ താമസിക്കുന്നിടത്ത കാലത്തോളം എന്താണ്? ആ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ജോലിയായിട്ട് അവിടുന്ന് താമസിക്കുന്ന കാലത്തോളം വീട്ടിൻ്റെ ഉള്ളിൽ വരുമാനം, അങ്കിളിൻ്റെ വരുമാനം കൂടെ വീട്ടിലെ വരുമാനത്തിലേക്ക് ഇൻക്ലൂഡ് ചെയ്യും. സോ എന്താണ് ഡൊമസ്റ്റിക് ഇൻകത്തിൽ പെടാത്ത ഏതെന്നാണ് ചോദ്യം. ഒന്ന് വായിച്ചു നോക്കാം. ഇൻകം ഏൺഡ് ബൈ ദ റെസിഡൻസ് ഓഫ് ദ കൺട്രി. നമ്മൾ പറഞ്ഞു ആ ഒരു വീടല്ല, ആ ഒരു വീട്ടിനുള്ളിൽ താമസിക്കുന്ന എല്ലാവരും ഇൻകം വരും എന്ന് പറഞ്ഞു. അത് പങ്കളായാലും അവിടെ താമസിക്കുന്ന എല്ലാവരുടെയും വരും. സോ അതെന്താണ്? അത് ഇൻക്ലൂഡ് ചെയ്യപ്പെടും. നെക്സ്റ്റ് എന്താണ്? ഇൻകം ഏൺഡ് ബൈ ദ നോൺ റെസിഡന്റ് ഔട്ട്സൈഡ് ദ കൺട്രി. നമ്മൾ പറഞ്ഞു ഒരു മകൻ എന്താണ്? ഗൾഫിലാണെന്ന് പറഞ്ഞു. ആ ഒരു മകൻ്റെ വരുമാനം ആ ഒരു വീട്ടിൻ്റെ ഉള്ളിലെ വരുമാനമായിട്ട് കൂട്ടത്തില്ല. സോ നോൺ റെസിഡന്റ് എന്താണ്? പെടില്ല. നെക്സ്റ്റ് ഇൻകം ഏൺഡ് ബൈ ഓൾ എംപ്ലോയീസ് ഓഫ് ദ കൺട്രി. നമ്മുടെ രാജ്യത്തിനുള്ളിൽ എന്താണ്? എല്ലാ എംപ്ലോയീസും. ആഭ്യന്തര ഇൻകം എന്ന് പറയുമ്പോൾ രാജ്യത്തിനുള്ളിലുള്ള എല്ലാ എംപ്ലോയീസിൻ്റെ വരുമാനം അവിടെ വരും. പ്രോഫിറ്റ് ഓഫ് ഓൾ ഇൻഡസ്ട്രീസ് ഓഫ് ദ കൺട്രി. രാജ്യത്തിനുള്ളിൽ വരുന്ന എല്ലാ കാര്യങ്ങളും, നമ്മുടെ രാജ്യത്തുള്ള എല്ലാ പ്രൊഡക്ഷൻ, നമ്മുടെ GDPയുടെ ഡെഫിനിഷൻ തന്നെ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് ആണല്ലേ. രാജ്യത്തിന് ഉള്ളിൽ വരുന്ന ആ ഒരു ഫൈനൽ ഗുഡ്സ് ആൻഡ് സർവീസസിന് മണി വാല്യൂ ആണ് GDPയിലേക്ക് വരുന്നത്. GDPയിലേക്ക് ഒരിക്കലും എന്താണ്? ഗൾഫിൽ ജോലി ചെയ്യുന്ന ഒരു ഇന്ത്യക്കാരൻ്റെ വരുമാനം വരില്ല. അതേ കൺസെപ്റ്റ് തന്നെ ഡൊമസ്റ്റിക് ഇൻകത്തിലേക്ക് ആലോചിച്ചാൽ മതി. ഇന്ത്യയിൽ ജോലി ചെയ്യുന്ന ആ ഒരു ഇന്ത്യയിലേക്ക് ജോലി ചെയ്യുന്ന ആളെന്ന് പറയുമ്പോൾ ഗൾഫിലുള്ള ആളാവും ആര് വേണമെങ്കിലും ഇന്ത്യയുടെ ആഭ്യന്തരത്തിനുള്ളിൽ ജോലി ചെയ്ത് കഴിഞ്ഞാൽ അതെന്തിൽ വരും? ഡൊമസ്റ്റിക് ഇൻകത്തിലേക്ക് വരും. നേരെ മറിച്ചൊരു ഇന്ത്യക്കാരൻ വിദേശത്ത് പോയിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ അത് ഡൊമസ്റ്റിക് ഇൻകത്തിലേക്ക് വരത്തില്ല. സോ ഇൻകം ഏൺഡ് ബൈ ദ നോൺ റെസിഡന്റ്. ഇന്ത്യക്കാരനാണ്, നോൺ റെസിഡന്റ് ആണ്, ബട്ട് എന്താണ്? ഔട്ട്സൈഡ് കൺട്രിയിലാണ് ജോലി ചെയ്യുന്നതെങ്കിൽ ആ ഒരു ഇൻകം ഡൊമസ്റ്റിക് ഇൻകത്തിലേക്ക് വരത്തില്ല. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. ഇൻകം ഏൺഡ് ബൈ ദ നോൺ റെസിഡന്റ് ഔട്ട്സൈഡ് ദ കൺട്രി. ഞാൻ പറഞ്ഞ ആ ഒരു വീണ്ടും എക്സാമ്പിൾ കുറച്ച് കൺഫ്യൂഷൻ ആയിട്ടുണ്ടെന്ന് മനസ്സിലായി. അതധികം ചിന്തിക്കേണ്ട. ഈ രീതിയിൽ ഇപ്പോൾ പറഞ്ഞത് GDPയുടെ പോയിന്റ് ഓഫ് വ്യൂ തന്നെ ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? ആസ് പെർ നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ 2019-21 വാട്ട് പെർസെൻറ്റേജ് ഓഫ് വുമൺ ഹാവ് എ ബാങ്ക് സേവിംഗ് അക്കൗണ്ട് ദാറ്റ് ദേ ദംസെൽഫ് യൂസ്. അതായത് 2019-21 നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേ പ്രകാരം വനിതകളുമായിട്ട് ബന്ധപ്പെട്ട്, സ്ത്രീകളുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ബാങ്ക് ഓർ സേവിംഗ് അക്കൗണ്ട് അവർ തന്നെ സ്വയം ഉപയോഗിക്കുന്ന, മറ്റാരുടെയും പേരിൽ അവർ തന്നെ അവരുടെ പേരിൽ സ്വയം ഉപയോഗിക്കുന്ന എത്ര ശതമാനം ബാങ്ക് അക്കൗണ്ട്സ് ഉണ്ടെന്നാണ് ഇവിടെ ചോദ്യം വരുന്നത്. സോ ഇവിടെ ഉത്തരമായിട്ട് വരുന്നത് 78.6%. എന്താണ്? 78.6% വനിതകൾക്ക് സ്വന്തമായിട്ട് ബാങ്ക് അക്കൗണ്ടും അവർ തന്നെ അത് പ്രവർത്തിപ്പിക്കുന്നുണ്ട്. അതെന്താണ്? അത് അർബനിലേക്ക് നോക്കുന്ന സമയത്ത്, അർബൻ പോപ്പുലേഷൻ നോക്കുന്ന സമയത്ത് 81%, റൂറൽ പോപ്പുലേഷൻ നോക്കുന്ന സമയത്ത് 77.4% ഈ ഒരു ബാങ്ക് അക്കൗണ്ടുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഈ ഒരു കണക്കുകൾ 2015-16 വെറും
53% മാത്രമായിരുന്നു. ബട്ട് 2019-21 സമയത്ത് എന്താണ് അത് 78.6% ഉയർന്നിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത്രത്തോളം ബാങ്ക് അക്കൗണ്ടും എല്ലാം ഉപയോഗിക്കാൻ അറിയെങ്കിൽ പോലും എന്താണ് നമ്മുടെ റൂറൽ ക്രെഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട പണം വായ്പ അതുപോലുള്ള കാര്യങ്ങൾ വുമൻസിൻ്റെ പേരിൽ വളരെ കുറവാണ്. ആ ഒരു ആക്സസ് വളരെ കുറവാണ്. അതുകൂടെ ഒന്ന് ഓർത്ത് വെക്കണം. പരീക്ഷയ്ക്ക് ഇങ്ങനെയാണ് ചോദ്യം വന്നത്. നാഷണൽ ഫാമിലി ഹെൽത്ത് സർവേയുമായിട്ട് ബന്ധപ്പെട്ട വുമൻസിൻ്റെ ആ ഒരു സേവിങ് അക്കൗണ്ട് പേഴ്സൻറ്റേജ് എത്രയാണ്? 78.6% ആണ്. ആ രീതിയിലൊന്ന് ഓർത്തു വെച്ചാൽ മതി. നെക്സ്റ്റ് എന്താണ്? മാച്ച് ദ ഫോളോയിങ് കൺട്രീസ് വിത്ത് റെസ്പെക്ട് ടു ദ റാങ്കിങ് ഓൺ ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സ് 2022 ഔട്ട് ഓഫ് 121 കൺട്രി. 121 രാജ്യങ്ങളിൽ 2022 പുറത്തു വന്ന ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ രാജ്യങ്ങളുടെ ആ ഒരു കണക്ക് പുറത്ത് വന്നത് പ്രകാരം എന്താണ് മാച്ച് ചെയ്യാനാണ് പറയുന്നത്. സോ ഇന്ത്യ, പാകിസ്ഥാൻ, നേപ്പാൾ 3 രാജ്യങ്ങളുടെ 2022 ഗ്ലോബൽ ഹങ്കർ ഇൻഡെക്സിലെ റാങ്ക് അറിയണം അല്ലേ. സോ പാകിസ്ഥാനുമായിട്ട് ബന്ധപ്പെട്ട റാങ്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ്റെ 99-ാമതും, ഇന്ത്യയുടെ റാങ്ക് പഠിച്ചിട്ടുണ്ടാകും, പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് 107-ാമതും, നേപ്പാളിൻ്റെ റാങ്കിങ് 81-ാമതുമാണ് അല്ലേ. സോ മാച്ച് ചെയ്താൽ എന്താണ്? ഒന്നെന്ന് പറയുന്നത് 107, 1 B ആണ്, 1 B വരും. പാകിസ്ഥാൻ്റെ 2 A വരും, 3 C വരും, BAC. ഓപ്ഷൻ 4 ആണ് വരിക അല്ലേ. BAC ആണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് വരേണ്ടത്. ഇനി 2023 റാങ്ക് വന്നിട്ട് അതിൽ ഇന്ത്യ 111-ാമതാണ് ഔട്ട് ഓഫ് 125 കൺട്രി. 125 രാജ്യങ്ങൾ, അതിൽ ഇന്ത്യയുടെ റാങ്കിങ് 111-ാമതാണ്. ആ രീതി കൂടെ ഒന്ന് ഓർത്ത് വയ്ക്കണം. ടോപ്പ് വന്ന രാജ്യം ബെലാറസ് ആണ്. ബെലാറസ് ആണ് ഇതിൽ ഈ ഒരു റിപ്പോർട്ടിൽ 1ാമത് വന്നത്. അതുകൂടെ അവിടെ ഒന്ന് ഓർത്തു വയ്ക്കണം. നെക്സ്റ്റ് എന്താണ്? ദ നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് 2021 വാസ് റിലീസ്ഡ് ബൈ വിച്ച് ഓഫ് ദ ഫോളോയിങ്. ഈ ഒരു കാര്യം നമ്മൾ തുടക്കത്തിൽ കഴിഞ്ഞ ക്ലാസ്സിൽ ആദ്യത്തെ ചോദ്യമായിട്ട് പറഞ്ഞ കാര്യമായിരുന്നു. നാഷണൽ മൾട്ടി ഡയമെൻഷണൽ പോവേർട്ടി ഇൻഡെക്സ് നീതി ആയോഗ് തയ്യാറാക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ. നീതി ആയോഗാണ് ഇത് തയ്യാറാക്കിയത്. 2021 ആദ്യമായിട്ട് നീതി ആയോഗ് ഈ ഒരു ഡാറ്റ തയ്യാറാക്കിയത്. നീതി ആയോഗ് ഒറ്റയ്ക്കല്ല, നീതി ആയോഗ് അതുപോലെ UNDP, ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഒക്കെ ചേർന്നിട്ട് സംയുക്തമായിട്ടാണ് തയ്യാറാക്കിയത്. നീതി ആയോഗ് ഉണ്ട്, UNDP ഉണ്ട്, ഓക്സ്ഫോർഡ് പോവേർട്ടി ആൻഡ് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇനീഷ്യേറ്റീവ് ഒക്കെ ചേർന്ന് സംയുക്തമായിട്ടാണ് തയ്യാറാക്കിയത്. ഇതിൻ്റെ ആദ്യ എഡിഷൻ വന്നത് 2021 2021 ഇതിൻ്റെ ആദ്യ എഡിഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അതിൽ ഏറ്റവും മൾട്ടി ഡയമെൻഷനിൽ പൂറസ്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ട് ബീഹാർ വന്നിട്ടുണ്ടായിരുന്നു. ലീസ്റ്റായിട്ട് ഏറ്റവും ലീസ്റ്റ് എന്ന് പറയുന്ന സമയത്ത് അത്രത്തോളം പട്ടിണി ദാരിദ്ര്യം ഇല്ലാത്ത സ്റ്റേറ്റ് ആയിട്ട് കേരളയും വന്നിട്ടുണ്ടായിരുന്നു. ആ ഒരു കാര്യം നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. സോ ഇവിടെ ഉത്തരം എന്താണ്? നീതി ആയോഗാണ് ഇവിടെ ഉത്തരമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? അക്കോർഡിംഗ് ടു ദ 2011 സെൻസസ് ഓഫ് ഇന്ത്യ വിച്ച് സ്റ്റേറ്റ് ഹാസ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഓഫ് ഇന്ത്യ? നമുക്ക് കണ്ണു അടച്ച് ഉത്തരം പറയാൻ വേണ്ടി സാധിക്കും. UP ആണല്ലേ. UPക്കാണ് 2011 സെൻസസ് പ്രകാരം ഏറ്റവും കൂടുതൽ ജനസംഖ്യ ഉണ്ടായിരുന്ന സംസ്ഥാനം. ടോട്ടൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത് 2001 കമ്പയർ ചെയ്യുമ്പോൾ 2011 എത്തിയ സമയത്ത് 17.7% വളർച്ച ഉണ്ടായിരുന്നു. 2001 തൊട്ടിട്ട് 2011 വരെ നോക്കുന്ന സമയത്ത് 17.7% വളർച്ച ഇന്ത്യയിലെ ടോട്ടൽ പോപ്പുലേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. അതിൽ UPയിൽ ഏറ്റവും കൂടുതൽ 19 കോടി ആളുകൾ ജനസംഖ്യ. UPയിലെ ജനസംഖ്യ 140 കോടിയിൽ, അന്ന് 140 ഇല്ല, 120 കോടി അടുത്താണ്. സോ 19 കോടി, 10% UPയിലായിരുന്നു. ലീസ്റ്റ് വരുന്നത് ലക്ഷദ്വീപാണ്. ലക്ഷദ്വീപിൽ വെറും 64,000 ആളുകൾ മാത്രമാണ് ലീസ്റ്റ്. ലക്ഷദ്വീപിലാണ് നമുക്ക് കണക്കുകൾ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചോദ്യം എന്താണ്? അക്കോർഡിംഗ് ടു എ റിട്ടേൺ റിപ്ലൈ ടു ദ ലോക്സഭ ബൈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആസ് ഓഫ് 20 July 2022 approximately dash unorganized sectors workers are registered on the ESRAM portal. എന്താണ് കാര്യം? ESRAM പോർട്ടൽ. ഓക്കെ, ESRAM പോർട്ടലിൽ രജിസ്റ്റർ ചെയ്ത കണക്കുകൾ പ്രകാരം 2022 ജൂലൈ 20 ആ ഒരു ഡാറ്റ പ്രകാരം ലോക്സഭയിലേക്ക് വന്നിട്ടുണ്ടായിരുന്ന ആ ഒരു റിപ്പോർട്ട് പ്രകാരം ഇന്ത്യയിലെ എത്ര ആളുകൾ അൺഓർഗനൈസ്ഡ് സെക്ടേഴ്സിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് ചോദ്യം. 28 കോടി ആളുകളാണ് വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ESRAM പോർട്ടൽ രജിസ്റ്റർ ചെയ്ത രീതിയിലുള്ള കണക്കുകളിലൂടെയാണ് നമുക്കിത് കാണാൻ വേണ്ടി സാധിക്കുന്നത്. 2022 ജൂലൈ 20 പാർലമെന്റ് പുറത്തുവിട്ട ഡാറ്റ പ്രകാരം 27.99 കോടി, റൗണ്ട് ചെയ്തിട്ട് 28 കോടിയാക്കാൻ വേണ്ടി സാധിക്കും. അൺഓർഗനൈസ്ഡ് സെക്ടറിൽ അത്രയും ആളുകൾ വർക്ക് ചെയ്യുന്നുണ്ട് അല്ലേ. ഇവരെങ്ങനെ ഡാറ്റ മനസ്സിലായി? ഇത്രയും ആളുകളെ ESRAM പോർട്ടൽ എന്ന് പറഞ്ഞ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അതിലൂടെയാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചത്. ഇതിൽ തന്നെ 47.16% മെയിലും ബാക്കി 52.84% ഫീമെയിലുമാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. ഈ ഒരു പെർസെൻറ്റേജിലാണ് വരുന്നത്. അതിൽ തന്നെ എന്താണ്? ടോട്ടൽ ആളുകളുടെ 3.71 കോടി ആളുകൾ എന്താണ്? 50 വയസ്സിന് മുകളിലുള്ള 50+ ആയിട്ടുള്ള അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ്. ആ രീതി കൂടെ ഒന്ന് ഓർത്തിക്കണം. ഇനി ESRAM പോർട്ടലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മിനിസ്ട്രി ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് ആണ്
2021 ഓഗസ്റ്റ് 26 ഈസ്റാം പോർട്ടൽ ലോഞ്ച് ചെയ്യുന്നത്. ആ രീതി കൂടെ ഓർത്തു വയ്ക്കണം ഈസ്റാം പോർട്ടലുമായിട്ട് ബന്ധപ്പെട്ട്. ഈ ഒരു അൺഓർഗനൈസ്ഡ് സെക്ടറിൽ ഏറ്റവും കൂടുതൽ ആളുകൾ വർക്ക് ചെയ്യുന്ന സ്റ്റേറ്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഉത്തർപ്രദേശിലാണ്. ഉത്തർപ്രദേശിലെ 8 കോടി ആളുകൾ എന്താണ് അൺഓർഗനൈസ്ഡ് സെക്ടറിലാണ് വർക്ക് ചെയ്യുന്നത്. ഏറ്റവും കുറവ് ലക്ഷദ്വീപിലാണ്. ലക്ഷദ്വീപിൽ വെറും 2439 ആളുകൾ മാത്രമാണ് അൺഓർഗനൈസ്ഡ് സെക്ടറിൽ വർക്ക് ചെയ്യുന്നത്. അതുകൂടെ അവിടെ നിന്ന് ഓർത്തു വയ്ക്കണം. ഓക്കെ, 28 crore ആണ് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാവ് ബീൻ ക്യാരക്ടറൈസ് ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? താഴെ പറഞ്ഞ ഏതൊക്കെയാണ് ഗ്രീൻ റെവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ കാര്യങ്ങൾ എന്നാണ് ചോദ്യമായിട്ട് വരുന്നത്. ഏതൊക്കെയാണ്? ഒന്നാമത് സ്പെർട്ട് ഇൻ ദ ക്രോപ്പ് പ്രൊഡക്ടിവിറ്റി. എന്താണ്? ശരിയായ കാര്യങ്ങളാണ് അല്ലേ. ക്രോപ്പ് പ്രൊഡക്ടിവിറ്റിയിൽ എന്താണ് കാര്യമായുള്ള മാറ്റം വന്നു അല്ലെങ്കിൽ ഇൻക്രിമെന്റ് വന്നു എന്ന് പറയുന്നു. അത് കറക്റ്റ് ആണല്ലേ. കാര്യമായുള്ള ഇൻക്രിമെന്റ് കാര്യങ്ങൾ അവിടെ വന്നിട്ടുണ്ട്. നെക്സ്റ്റ് എന്താണ്? ഷിഫ്റ്റ് അവേ ഫ്രം കൊമേഴ്ഷ്യൽ ഫാമിംഗ് ടു സബ്സിസ്റ്റൻസ് ഫാമിംഗ്. തെറ്റാണ്, തിരിച്ചിട്ടാണ് വരുന്നത്. സബ്സിസ്റ്റൻസ് ഫാമിംഗ് നിന്ന് കൊമേഴ്ഷ്യൽ ഫാമിംഗിലേക്കാണ് വന്നിട്ടുണ്ടായിരുന്നത്. സോ ഈ ഒരു കാര്യം തെറ്റാണ്. മൂന്നത്തെ എന്താണ്? റൈസ് ഇൻ അക്രീസ്, അതായത് ആ ഒരു വിസ്തൃതി, കൃഷി ചെയ്യുന്ന വിസ്തൃതി വളരെ വലിയ രീതിയിൽ കൂടിയിട്ടുണ്ടായിരുന്നു. അതും കറക്റ്റാണ്. സോ ഇവിടെ ഉത്തരം എന്താണ്? ഓൺലി എ ആൻഡ് സി ആണ് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. 1960 കാലഘട്ടങ്ങളാണ് ഗ്രീൻ റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരംഭിക്കുന്നത്. അതിലൂടെ പ്രധാനമായിട്ട് എന്താണ്? ഹൈ ഈൽഡ് വെറൈറ്റി സീഡ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ട് നമുക്ക് എന്താണ് കൊമേഴ്ഷ്യൽ പ്രൊട്ടക്ഷൻ കൂട്ടുകയാണ് ഇതിലൂടെ ലക്ഷ്യമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. അടുത്തൊരു അന്തരിച്ച ഡോക്ടർ MS സ്വാമിനാഥനാണ് ഗ്രീൻ റെവല്യൂഷന്റെ പിതാവായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഇൻക്രീസ് അഗ്രികൾച്ചർ പ്രൊട്ടക്ഷൻ ആൻഡ് പ്രൊഡക്ടിവിറ്റി എന്നത് തന്നെയാണ് ഈ പറയുന്ന ഗ്രീൻ റെവല്യൂഷൻ ലക്ഷ്യം. അതുപോലെ വിസ്തൃതിയിൽ കാര്യമായിട്ട് വർധനവും ഇതിലൂടെ സംഭവിച്ചിട്ടുണ്ട്. നമ്മൾ ഈ പറഞ്ഞ കാര്യം തിരിച്ചിട്ടായിരുന്നു പറയേണ്ടത്. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആയിരുന്നു. സോ എ ആൻഡ് സി മാത്രമാണ് ഇവിടെ ഉത്തരമായിട്ട് പറയാൻ വേണ്ടി സാധിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന ഈസ് ഫോർ ഇന്ത്യൻ സിറ്റിസൺ ഇൻ ദ ഏജ് ഗ്രൂപ്പ് ഓഫ്. ഏത് വയസ്സ് തൊട്ട് ഏത് വയസ്സ് വരെയുള്ള ആളുകളുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി ബീമ യോജന വന്നിട്ടുള്ളത് എന്ന രീതിയിലാണ് ചോദ്യം വരുന്നത്. സോ ഏത് തൊട്ടിട്ട് ഏത് വരെയാണ്? 18 തൊട്ടിട്ട് 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് വേണ്ടിയുള്ള സ്കീമാണ് പ്രധാനമന്ത്രി ജീവൻ ജ്യോതി യോജന. ഓക്കെ, 2015 മെയ് 9 2015 മെയ് 9 ആരംഭിച്ച സ്കീമാണ്. മോദി ഗവൺമെന്റ് ആയിരുന്നു അന്ന് ഈ ഒരു സ്കീം ആരംഭിച്ചത്. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ സഹായത്തോടു കൂടിയാണ് സ്കീം ആരംഭിച്ചത്. സോ 2015 ബഡ്ജറ്റ് അവതരണ വേളയിലാണ് അന്നത്തെ ഫിനാൻസ് മിനിസ്റ്റർ അരുൺ ജെയ്റ്റ്ലി ഈ പറയുന്ന ലൈഫ് ഇൻഷുറൻസ് സ്കീം ആദ്യമായിട്ട് അവതരിപ്പിക്കുന്നത്. ആ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട് 18 തൊട്ടിട്ട് 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്താണ് ഇത്തരത്തിൽ ഈ ഒരു സ്കീമുമായിട്ട് ബന്ധപ്പെട്ട ലൈഫ് ഇൻഷുറൻസ് നൽകും. അല്ലെങ്കിൽ പ്രത്യേകിച്ച് എന്താണ് പുവർ ആൻഡ് ലോ ഇൻകം ഫാമിലീസിന് വേണ്ടിയിട്ടുള്ള ലൈഫ് ഇൻഷുറൻസ് സ്കീമാണിത്. ലൈഫ് ഇൻഷുറൻസ് സ്കീം എന്ന് പറയുമ്പോൾ LIC തന്നെയായിരിക്കും ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത് അല്ലേ. മിനിസ്ട്രി ഓഫ് ഫിനാൻസിന്റെ സഹായത്തോടു കൂടെ LIC ആണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. 18 തൊട്ടിട്ട് 50 വയസ്സ് വരെയുള്ള ആളുകൾക്ക് എന്താണ് ഇതിൽ ഭാഗമായിട്ട് വരാൻ വേണ്ടി സാധിക്കും. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോയിങ് ക്യാൻ ബി റെഫേർഡ് ടു ആസ് എസ്റ്റിമേഷൻ ഓഫ് പോവേർട്ടി. എന്താണ് പോവേർട്ടി എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട് താഴെ പറഞ്ഞ ഏതാണ് ശരി, അല്ലെങ്കിൽ ഒരു രാജ്യത്തെ പോവേർട്ടി കണക്കാക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായ കാര്യം ഏതെന്നാണ് ചോദ്യം. ഒന്നാമത്തെയാണ് ആവറേജ് മാർജിനൽ യൂട്ടിലിറ്റി, മാക്സിമം സപ്പോർട്ട് വാല്യൂ, മിനിമം സപ്പോർട്ട് വാല്യൂ, മന്ത്ലി പെർ ക്യാപിറ്റ എക്സ്പെൻഡിച്ചർ. ഇതിലേതാണ് കറക്റ്റ് ആയിട്ട് വരുന്നത്? മന്ത്ലി പെർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണല്ലേ നമ്മുടെ എക്സ്പെൻഡിച്ചർ. അതിപ്പോൾ ഇൻകം അല്ലെങ്കിൽ കൺസപ്ഷൻ ലെവലുമായിട്ട് ബന്ധപ്പെട്ട് നോക്കിയിട്ടാണ് ഈ പറയുന്ന പോവേർട്ടി ലൈൻ ഇന്ത്യയിൽ നിശ്ചയിക്കുന്ന. ആളുകൾ എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നു, ആ ഒരു ആളുകൾ ടോട്ടൽ ആളുകളെ എടുത്തിട്ട് എത്രത്തോളം ആളുകൾക്ക് അതിൽ മിനിമം പോലും ഒരു മാസം അല്ലെങ്കിൽ ഒരു വർഷം വേണ്ട മിനിമം ഡാറ്റ് പോലും നേടാൻ വേണ്ടി പറ്റാത്തത്, ആ രീതിയിലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ബേസ് ചെയ്തിട്ടാണ് പെർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ വെച്ചിട്ടാണ് നമ്മുടെ ഇന്ത്യയിൽ എന്താണ് ഈ പോവേർട്ടി എസ്റ്റിമേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത് അല്ലേ. സോ എന്താണ് ഒരു മിനിമം ലെവലിൽ താഴേക്ക് പോയാൽ അവരെന്താണ് ബിലോ പോവേർട്ടി ലെവലാണെന്ന രീതിയിൽ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. സോ ഉത്തരം മന്ത്ലി പെർ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ് ഇവിടെ ഉത്തരമായിട്ട് വരുന്നത്. ഓക്കെ, നെക്സ്റ്റ് എന്താണ്? ദ മിനിമം റിക്വയർമെന്റ് ഓഫ് മൈക്രോ ഫിനാൻസ് ലോൺ ഫോർ NBFC മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, അതായത് നോൺ ബാങ്കിങ് ഫിനാൻസ് കോർപ്പറേഷൻ മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലോൺ ലഭിക്കാനുള്ള മിനിമം റിക്വയർമെന്റ് എന്താണെന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. ഈ ഒരു കാര്യം ആദ്യ കാലഘട്ടങ്ങളിൽ 85% ഓഫ് ദ ടോട്ടൽ അസറ്റ് എന്നായിരുന്നു. അത് റീസെന്റ് ആയിട്ട് മാറിയിട്ട് 75% ഓഫ് ടോട്ടൽ അസറ്റ് എന്ന രീതിയിൽ മാറിയിട്ടുണ്ട്. അതായത് ഒരു NBFC മൈക്രോ ഫിനാൻസ് ഇൻസ്റ്റിറ്റ്യൂഷനിൽ ലൈസൻസ് യോഗ്യത നേടണമെങ്കിൽ നമുക്ക് എന്താണ് ആ ഒരു സ്ഥാപനം നമ്മളുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു സ്ഥാപനത്തിന്റെ അവരുടെ ആസ്തിയുടെ 75% ഈ പറയുന്ന മൈക്രോ ഫിനാൻസിൽ ഉണ്ടായിരിക്കണം. എങ്കിൽ മാത്രം അവർക്ക് എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട ലോണും കാര്യങ്ങളും ലഭിക്കത്തുള്ളൂ. ഇതിൽ എന്താണ് മാക്സിമം ലോൺ ലിമിറ്റ് എന്ന് പറയുന്നത് ആ ഒരു അസറ്റിന്റെ 25%. എത്രയാണോ നിങ്ങൾക്ക് അസറ്റ് ഉള്ളത് ആ ഒരു അസറ്റിന്റെ 25%. രണ്ട് കാര്യങ്ങൾ, ഒന്ന്
അസറ്റിൻ്റെ ടോട്ടലുള്ള അസറ്റിൻ്റെ 75% ഈ പറഞ്ഞ മൈക്രോ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ട ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ എത്രയാണോ അസറ്റ് അതിൻ്റെ 25% മാത്രമേ ലോണായിട്ട് നൽകത്തുള്ളൂ. 2022 ഇതിൽ മാറ്റം കൊണ്ടുവന്നത്. 85% ഇതുവരെ ഉണ്ടായിരുന്ന കണക്കുകൾ. 85% എന്താണ് അവരുടെ ആ ഒരു NBFCയുമായിട്ട് ബന്ധപ്പെട്ട് അവരുടെ ആ ഒരു കാര്യങ്ങൾ ഉണ്ടായിരിക്കണമെന്ന് പറയുന്നുണ്ടായിരുന്നു. അത് 75% 2022 കുറച്ചിട്ടുണ്ടായിരുന്നു. ആ രീതിയിൽ കൂടെ ഒന്ന് കാര്യങ്ങളൊന്ന് ഓർത്തു വെക്കണം. ഒരു കാര്യം കൂടെ നമുക്ക് ഡിസ്കസ് ചെയ്തിട്ട് ഇന്നത്തെ ക്ലാസ് വൈൻഡപ്പ് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് നെക്സ്റ്റ് ക്ലാസ് ഓൺവേർഡ്സ് നോക്കാം. എന്താണ് ചോദ്യം? വിച്ച് ഓഫ് ദ ഫോളോയിങ് വാസ് എസ്റ്റാബ്ലിഷ് ഓൺ ദ റെക്കമെൻഡേഷൻ ഓഫ് ദ ഹിൽട്ടൺ യങ് കമ്മീഷൻ? സിമ്പിൾ ആയുള്ള ചോദ്യമാണല്ലേ. ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം രൂപീകരിച്ച ബോഡി ഏതെന്നാണ് ചോദ്യം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് 1926 രൂപീകരിച്ച ഹിൽട്ടൺ യങ് കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം പിന്നീട് 1935 ഒഫീഷ്യലായിട്ട് വരുന്നത് അല്ലേ. 1926 രൂപീകരിച്ചെങ്കിലും 1929 RBIയുടെ രൂപീകരണവുമായിട്ട് ബന്ധപ്പെട്ട ഹിൽട്ടൺ യങ് കമ്മീഷൻ ശുപാർശ ചെയ്യുന്നത്. ഹിൽട്ടൺ യങ് കമ്മീഷൻ നമ്മൾ റോയൽ കമ്മീഷൻ ഓൺ ഇന്ത്യൻ കറൻസി ഫിനാൻസ് എന്ന് വിളിക്കാറുണ്ട്. അങ്ങനെ 1926 രൂപീകരിച്ച കമ്മീഷൻ 1929 നിർദ്ദേശവും കാര്യങ്ങൾ നൽകുകയും 1935 ഏപ്രിൽ 1 റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രൂപീകരിക്കുകയും ചെയ്തു. 1949 ജനുവരി 1 നാഷണലൈസ് ചെയ്യുകയും ചെയ്തു. അത്രയും കാര്യങ്ങൾ അവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊന്ന് ഓർത്തു വയ്ക്കണം. ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇന്ന് നമുക്ക് ഏതാണ്ട് ഒരു 30ഓളം ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്. ഇതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. ഇന്ന് എവിടെയാണോ നിർത്തിയത് അവിടെ തന്നെയായിരിക്കും നമ്മൾ നെക്സ്റ്റ് ക്ലാസ് ഓൺവേഴ്സ് ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നമ്മളിപ്പോഴും ഇപ്പോഴും പകുതി കാര്യങ്ങൾ പോലും നമ്മൾ ചർച്ച ചെയ്യില്ല. ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാണ്ട് ആ ഒരു ചർച്ച ചെയ്യാനുള്ള കാര്യങ്ങളുമായിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. താങ്ക്